بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. അറിവിൻ തീരം തേടി ഞങ്ങൾ അലക്കടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ വന്യഗുരുനാഥരെ വിജയശില്പി സംഗമേ നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണല് തേടി വന്നവർ ഞങ്ങൾ തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെ പാളാതെ തീർക്കം ജ്ഞാനവീതികൾ തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെ പാളാതെ തീർക്കം ജ്ഞാനവീതികൾ അറിവിനായുദയം ചെയ്ത ജന്മമാണു നാം അറിവുകൾ സമന്വയിക്കും വാഫിയാണു നാം വിദ്യയുടെ വീടുകൾ വിണ്ണിൽ തീർത്ത ശ്രേഷ്ഠരെ കാത്തിരിക്കാം നിങ്ങളെ ഞങ്ങൾ കൈപിടിക്കാൻ സ്വർഗവാതിലിൽ സരളമായ ദീനിൻ പാത പിന്തുടരണം സമസ്തയാം സരണിയിൽ ശക്തിയാകണം സരളമായ ദീനിൻ പാത പിന്തുടരണം സമസ്തയാം സരണിയിൽ ശക്തിയാകണം രാജ്യനന്മയ്ക്കായി നാം കൈകൾ കോർക്കണം രമ്യതയും മൈത്രിയും പടുത്തുയർത്തണം ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം ജന്മമേകിയോരെ എന്നും ഓർത്തിരിക്കണം ജീവിതത്തിലെന്നും അവർ കൺകുളിർക്കണം അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ വന്യഗുരുനാഥരെ വിജയശില്പി സംഗമേ നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണല് തേടി വന്നവർ ഞങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വഫിയ കോളേജുകളുടെ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പ്രതികൂല സാഹചര്യത്തിലും നാം നമ്മുടെ പഠന സബര്യ തുടരുകയാണ്. ഈ കോവിഡ് മഹാമാരി കാലത്ത് കോളേജുകളിൽ എത്താൻ സാധിക്കാതെ, ക്ലാസ് മുറികളിൽ ഒത്തുകൂടാൻ സാധിക്കാതെ നാം നമ്മുടെ വീടുകളിൽ കഴിയുകയാണ്. പക്ഷേ ഈ സന്ദർഭത്തിലും
നാം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനികളെ, കഴിഞ്ഞ ഒരു വർഷം വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കോളേജുകളിൽ ഒത്തുകൂടാൻ സാധിച്ചിട്ടുള്ളത്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചത്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിലും സാഹചര്യം അങ്ങനെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് ബഹുമാന്യരായ അധ്യാപകരും വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി നിങ്ങളെ ഉണർത്തുകയാണ്. 2021-22 വർഷത്തെ നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നാം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ അക്കാദമിക് കൗൺസിൽ ഡയറക്ടറും നമ്മുടെയൊക്കെ അനുഗ്രഹീത നേതൃത്വവുമായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതേപ്രകാരം അനുഗ്രഹ ഭാഷണം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശിയും CIC പരീക്ഷാ ബോർഡ് കൺട്രോളറുമായിട്ടുള്ള ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളാണ്. ഈ പരിപാടിയിൽ നസീഹത്ത് നൽകി ആശംസ അറിയിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരായിട്ടുള്ള ഷെയ്ഖുന ഹംസ മുസ്ലിയാർ വയനാട്, ഷെയ്ഖുന KA റഹ്മാൻ ഫൈലി ഉസ്താദ്, അതേപ്രകാരം മുഖ്യഭാഷണം നിർവഹിക്കുന്ന കോർഡിനേറ്റർ ഉസ്താദ് അതിർശ്ശേരി അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദ്, മോട്ടിവേഷൻ ടോക്ക് നിർവഹിക്കുന്ന വാഫി എക്സ്പാൻഷൻ ബ്യൂറോ ഡയറക്ടർ അഹമ്മദ് വാഫി ഫൈലി കക്കാട് അവറുകൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, CICയുടെ സമുന്നതരായ നേതാക്കന്മാർ എല്ലാവരെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ലളിതമായ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, വഫിയ എന്ന വിദ്യാഭ്യാസ സംരംഭം ഇന്ന് കേരളത്തിൽ ഏറെ സ്വീകാര്യത നേടിവരുന്ന ഒരു സംവിധാനമായി മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സംവിധാനം എത്രയോ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ട് വളരാൻ സാധിച്ചു എന്നുള്ളത് നാം കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെയൊക്കെ പ്രിയങ്കനായിരുന്ന സയ്യിദ് മുഹമ്മദ് നിസാമി, നമ്മുടെ പ്രിയപ്പെട്ട ഈ സംവിധാനത്തിൻ്റെ കോർഡിനേറ്റർ അതിർശ്ശേരി ഹക്കീം ഫൈസി, മറ്റു സാരഥികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവമാണ് കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങളായി കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിനകം തന്നെ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഈ കേരളത്തിന് സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് ഏറെ താല്പര്യം കാണിച്ച ഒരു വിഷയമായിരുന്നു ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനം. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അവർ ഒപ്പുവെക്കുകയും നിരവധി വിദ്യാർത്ഥികളെ ഇതിനകം തന്നെ അവിടെ പോയി വിദ്യാഭ്യാസം ഉന്നത പഠനത്തിന് വേണ്ടി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ലോകത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളുമായും കരാറുകൾ ഒപ്പുവെച്ച ഒരു സംവിധാനം കൂടിയാണ്. ഈ ഒരു സംവിധാനം ഇന്ന് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ലീഗിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലീഗ് എന്ന അന്താരാഷ്ട്ര
സംഘടനയുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ അസോസിയേഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായി മാറാൻ CSEക്ക് സാധിച്ചു എന്നുള്ളത് എത്രത്തോളം ഗാംഭീര്യത്തോടു കൂടി ഈയൊരു സിലബസ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു എന്നതിന് ഉദാഹരണമാണ്. വളരെ അടിസ്ഥാനപരമായ ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളും അതോടൊപ്പം സ്കൂൾ തലത്തിലെ വിദ്യാഭ്യാസം, ഡിഗ്രി തലത്തിലുള്ള വിദ്യാഭ്യാസം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇസ്ലാമിക പഠനവും അതോടൊപ്പം ഭൗതിക പഠനവും ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് ഒരുപാട് വാതിലുകൾ തുറന്നു കൊടുത്ത ഒരു സംവിധാനം കൂടിയാണ്. ഇസ്ലാമിക പഠനത്തോടൊപ്പം സയൻസ് പഠിക്കാൻ, അതോടൊപ്പം ഭാഷ പഠിക്കാൻ, ലിറ്ററേച്ചർ പഠിക്കാൻ, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള ഡിഗ്രികളും PG ഡിഗ്രികളും ഒക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് വഫി എന്നൊക്കെ അറിയാം. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ചിട്ട വഫിയ കോഴ്സുകൾ ഇന്നേറെ സ്വീകാര്യമായി മാറിയിരിക്കുകയാണ്. SSLC കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതി നമ്മൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. SSLCയിലെ എല്ലാ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികൾ പോലും ഈ വഫിയ സംവിധാനത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് അത്രത്തോളം കാലോചിതമായ രീതിയിൽ അവർക്ക് ഇവിടെ പഠനം നിർവഹിക്കാൻ കഴിയുന്നു എന്നതിന് ഉദാഹരണമാണ്. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് നീ വായിക്കുക എന്നുള്ള ഏറ്റവും ഗൗരവത്തോട് കൂടിയിട്ടുള്ളൊരു ആഹ്വാനത്തോടു കൂടിയാണ്. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ആദ്യമായി പറഞ്ഞത് നീ വായിക്കുക എന്നുള്ള ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നൊരു ആഹ്വാനമാണ്. അതാണ് പിന്നീട് ഇസ്ലാമിൻ്റെ വികാസനത്തിലൂടെ നമ്മൾ കണ്ടത്. എല്ലാ സമുദായവും പിന്നീട് വൈജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു പുരോഗതിയാണ് നാം ലോകത്തെമ്പാടും കണ്ടിട്ടുള്ളത്. അതാണ് അന്തലൂസിയൻ സംസ്കാരം, സ്പെയിനിലെ മുസ്ലിങ്ങളുടെ അധിനിവേശത്തിന് ശേഷം അവിടെ ഉണ്ടായ സാംസ്കാരിക വിപ്ലവം, അവിടെ ദൈക്ഷണികമായി ചിന്തിക്കുകയും തത്വശാസ്ത്രങ്ങളിലും സാങ്കേതിക വിദ്യയിലും ഗോളശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വിപ്ലവങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ മുസ്ലിം സമുദായം ആ പരിശുദ്ധമായ ഖുർആനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവേഷണം നടത്തുകയും അങ്ങനെ ഒരു വലിയ വൈജ്ഞാനിക മേഖലയിലെ ഒരു വലിയ നവോത്ഥാനം സൃഷ്ടിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇവിടെ ചരിത്രം തീർത്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലും നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിവൈഭവങ്ങളുള്ള കുട്ടികളുണ്ട്. ആ ദൈക്ഷണികമായ ചിന്തകൾ ഉണർത്തിക്കൊണ്ട് അവരെ നേരായ പാതയിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിലും നമ്മുടെ ഈ വളർന്നു വരുന്ന പ്രതിഭകളെ സമൂഹത്തിന് ഉപകാരപ്രദമായ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദർശനങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ ആനുകാലിക കാലത്ത്, വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അധ്യയന വർഷത്തെ തുടക്കം ഇന്ന് നമ്മൾ വളരെ വിപുലമായി എല്ലാ വർഷവും നമ്മളിതിൻ്റെ അധ്യയന വർഷത്തിൻ്റെ ആരംഭം നമ്മൾ കുറിക്കാറുണ്ട്. ഇന്ന് ഓൺലൈനിലൂടെയാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും അതുപോലെ അലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള നേതാക്കളുടെ ആശീർവാദവും അവരുടെ ഉപദേശവും എല്ലാം ഓൺലൈനിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് നടത്തപ്പെടുന്ന ഈ ഒരു സംവിധാനത്തിന്, ഈ ഒരു ചടങ്ങിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. അള്ളാഹു നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിഹിദാ. നമ്മുടെ വഫിയ കോഴ്സുകൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഉള്ളത്. അത് വിജയകരമായി കൊണ്ടുപോകേണ്ടത് നമ്മുടെ മക്കളുടെ ഉയർച്ചക്ക്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാവിക്ക്, അവരുടെ തന്നെ ഉയർച്ചക്കും വളർച്ചക്കും വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ ഒന്നായി എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളെയും ഒന്നായി ചേർത്തിക്കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നാം തുടക്കം കുറിക്കുന്നത്.
സാധാരണഗതിയിൽ നമ്മുടെ കോളേജുകളിൽ നിന്നോ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നോ തന്നെ ഉസ്താദന്മാരും ശിഷ്യന്മാരും അടുത്തടുത്തിരുന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ന് ഇല്ലാതെ ആയിരിക്കുകയാണ്. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉയർച്ചക്ക് വേണ്ടുന്ന കാര്യങ്ങളും നമ്മുടെ ഈ പരിപാടി അനുസരിച്ച് ആ നിലക്ക് നമ്മുടെ ഉസ്താദന്മാരും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും വേണ്ടപ്പെട്ടവരെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കണം. വഫിയ ആ കോഴ്സുകൾ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഗുണകരമായ നിലയിലുള്ള മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, സമന്വയ വിദ്യാഭ്യാസം ഇതൊക്കെ നടത്തുന്നതിന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതും ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ആളുകൾ കാത്തിരിക്കുന്നതുമായ ഒരു പഠനമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ വളരെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും നമ്മുടെ പ്രവർത്തനവുമായി നേരിട്ട് മുന്നോട്ട് നീങ്ങാനും നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ഉസ്താദന്മാരും നമ്മുടെ സ്ഥാപന ഭാരവാഹികളും ബന്ധപ്പെട്ടവരും സജീവമായി മുന്നേറണം എന്നീ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ നിലയിലുള്ള ഉയർച്ചക്കും വളർച്ചക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കണമെന്നും നാം ചെയ്തുകൊണ്ടിരിക്കണമെന്നും ഇത്തരുണത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الله تعالى في القرآن المجيد وقل رب زدني علما. وقال أيضا قل هل يستوي الذين لا يعلمون والذين لا يعلمون. പ്രിയമുള്ള വഫിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരു നല്ലതായ അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ഒരു മാർഗത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അള്ളാഹു ഇത് ഫലവത്താക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹുവും അവൻ്റെ പ്രവാചകന്മാരും നല്ലതായ ആളുകളുമെല്ലാം ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിലാണ് നാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഫറല്ലാഹു ലഹു ദുഖുലൽ ജന്ന. ഇൽമിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ളൊരു വഴി അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതായ ആ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ. ഈ വഫിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ടി സമൂഹം വളരെയധികം അധ്വാനിക്കുന്നുണ്ട്, ധനം ചെലവിടുന്നുണ്ട്, മാനസികമായിട്ട് വളരെയധികം പിന്തുണ നൽകുന്നുണ്ട്. കാരണം നീ ഒന്നുകിൽ ആരിമ പണ്ഡിതനാവണം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാകണം, അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നവരാകണം, ഒന്നുമല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവരാകണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തുണ നമുക്ക് കിട്ടുന്നത് ആലിമാകാൻ സാധിച്ചില്ലെങ്കിലും, അതേപ്രകാരം മുത്തഅല്ലിമാകാൻ സാധിച്ചില്ലെങ്കിലും, ഞങ്ങൾ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സഹായിച്ചുകൊണ്ട്
അതിനു വേണ്ടുന്ന പിന്തുണ നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരണമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ ദീനീ വിദ്യാർത്ഥികളോടും മറ്റുമെല്ലാം സമൂഹം വളരെയധികം അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാം ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. സമൂഹം ഈ പ്രസ്ഥാനവുമായിട്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേണ്ടി ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഈ പഠനത്തിന് വേണ്ടി എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിനു വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് വിജ്ഞാനത്തോടുള്ളതായിരിക്കുന്ന ഒരു വലിയതായിരിക്കുന്ന ഒരു മഹബത്തുണ്ട്, ആ മഹബത്ത് ഇതിലൂടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നാണ് അവരിതിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഈ ബോധം തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാകണം. നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് കേവലം ഞങ്ങൾക്കുള്ള ഈ ചുരുങ്ങിയ പഠനം കൊണ്ട് എല്ലാം കഴിഞ്ഞോ, ഇനി സമുദായത്തോട് ഞങ്ങൾക്കൊരു ബാധ്യതയുമില്ല എന്നുള്ള നിരക്കല്ല അവർ നീങ്ങേണ്ടത്. സമുദായം ഞങ്ങൾക്ക് വലിയതായിരിക്കുന്ന പിന്തുണ നൽകിയിട്ടുണ്ട്. ആ സമുദായം നൽകിയതായിരിക്കുന്ന ആ പിന്തുണക്ക് സമുദായത്തിൽ ഞങ്ങൾ സേവനം ചെയ്യുന്നവരായിരിക്കണം. ഈ നിരക്കാണ് നമ്മുടെ വഫിയ വിദ്യാർത്ഥികൾ ഉയർന്നു വരേണ്ടത്, മുന്നോട്ട് പോവേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നാം എന്ത് വേണം? തീർച്ചയായിട്ടും നമ്മുടെ പഠന സമയമാണ്, ഈ കോവിഡ് കാലമാണ്. ഈ സമയത്ത് നമുക്ക് വളരെയധികം പ്രതിസന്ധികളുണ്ട് പഠിക്കാൻ. എന്നിരുന്നാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും പഠന വിഷയത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം പഠിക്കാനുള്ള അവസരമാക്കി മാറ്റുകയും അള്ളാഹുവിൻ്റെ ഒരു മഹത്തായിരിക്കുന്ന മഹബത്ത്, ഒരു ഇഷ്ടം, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുന്നവരാണ് ഞാനൊഴിയാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയുള്ള നീക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നാം വെറും ഭൗതിക വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്കുള്ള നീക്കമല്ല നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. നമുക്ക് പാരത്രികമായിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല, മനസ്സിലൊക്കെ തെരീക്കാൻ സഫറല്ലാഹുലഹു തരീക്കൻ എഴുതുന്ന സ്വർഗത്തിലേക്കുള്ളൊരു വഴി തുറന്നു തരും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ നിരക്ക് കുറേ അധികം ചിന്തിക്കേണ്ടതുണ്ട്. നാം ഒരു സാധാരണ ഒരു ഭൗതിക വിദ്യാർത്ഥികൾ എന്നതിന് കവിഞ്ഞുകൊണ്ട് ഒരു മതവിദ്യാർത്ഥികൾ എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മുടെ ചിന്ത നാം എത്തിപ്പെടണം. നമ്മുടെ സമയങ്ങളൊക്കെ കഴിയുന്നതും നമ്മുടെ സമയങ്ങളൊക്കെ നാം അതിനു വേണ്ടി ചെലവഴിക്കാനുള്ളതായിരിക്കുന്ന അവസരമുണ്ടാക്കണം. നമുക്കുള്ള കോവിഡ് സമയമാണെങ്കിലും നമുക്കുള്ളൊരു അവസരവും നാം പാഴാക്കരുത്. ആ രൂപത്തിലേക്ക് നാം നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വലിയ ഒരു നിക്ഷേപമാണ്, ഒരു കൻസാണ്, നിധിയാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇവിടെ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നവരുണ്ട്, മറ്റുള്ള പലതരക്കും ഉയർന്ന ആളുകളുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്നത് അവർക്കാർക്കും കിട്ടാത്തതായിരിക്കുന്ന മഹത്തായ ഒരു നിക്ഷേപമാണ്, നിധിയാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, കൻസുൻ, നിന്റെ വിജ്ഞാനം എന്നത് കൻസുൻ, നിക്ഷേപമാണ്. ലാ തഖാഫു അലൈഹി റിസൻ, അതിന് കള്ളം മാറി നീ പേടിക്കേണ്ട ആവശ്യമില്ല. കള്ളം വരും എന്നുള്ള പേടി നമ്മുടെ വിജ്ഞാനത്തിന്, നമ്മുടെ സമ്പാദ്യത്തിന് ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഖഫീഫുൽ ഹന്ദി, അത് ലഘുവാണ്. നിനക്ക് എവിടെയും ചുവന്നു കൊണ്ടുപോകാം. യൂജദു ഹൈസ കുന്ത, നീ എവിടെയാണോ അവിടെയെല്ലാം നിനക്ക് ലഭിക്കും. അത് ആ നിരക്കുള്ള ഒരു സമ്പാദ്യമാണ് നിനക്ക് ലഭിച്ചിട്ടുള്ളത്. ആ നിരക്കുള്ള ഒരു സമ്പാദ്യം ലഭിച്ചുകൊണ്ട് നല്ലതായ ഉന്നതായ വിദ്യാർത്ഥികളായിക്കൊണ്ട് നാം മുന്നോട്ട് വരണം. നമ്മുടെ അവസരങ്ങൾ നാം പാഴാക്കരുത്. സമുദായത്തെ നിങ്ങൾ ഓർക്കണം. സമുദായം ഇതിന് നൽകുന്ന പിന്തുണകൾ എത്രത്തോളമുണ്ട്, ആ പിന്തുണയ്ക്ക് നല്ലതായ നാം ശുക്ർ ചെയ്യുന്നവരായിക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവി, നമ്മുടെ പഠനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നാക്കി തീർക്കാൻ സാധിക്കും. അല്ലാഹു തആല ഇതിൻ്റെ പിന്നിൽ സഹായിച്ച, സഹകരിച്ച എല്ലാ ആളുകൾക്കും
അള്ളാഹു അർഹമായ പ്രതിഫലം രണ്ട് വീട്ടിലും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്കും അതേപ്രകാരം ശ്രവിക്കുന്ന ആളുകൾക്കും രണ്ട് വീട്ടിലും അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. من يرد الله به خيرا يفقهه في الدين. صدق رسول الله. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദരായ ജനറൽ സെക്രട്ടറി ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അനിശ്ചിതനായ നായകൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, സമസ്ത കേന്ദ്ര മുഷാവറ ഹംസ ഉസ്താദ്, CACയുടെ എല്ലാമായ അഭിവന്യരായ ഹക്കീം ഫൈസി ഉസ്താദ്, അഭിവന്യരായ അഹമ്മദ് ഫൈസി തുടങ്ങി CACയുടെ നേതാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, വഫിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ, ഈ പരിപാടി വീക്ഷിക്കുന്ന രക്ഷിതാക്കളെ, മറ്റു സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംരംഭം അവനിഷ്ടപ്പെടുന്ന സുഹൃതമായി കബൂൽ ചെയ്ത് നാളെ പ്രതിഫലം നൽകുമാറാവട്ടെ. മഹത്തായ വാഫി സംവിധാനത്തെക്കുറിച്ച് ഞാനിവിടെ പ്രഭാഷണം നടത്തേണ്ടതില്ല. ഇന്ന് ക്ലാസ് ആരംഭം ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ക്ലാസ് ആരംഭം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള വാഫി വിദ്യാർത്ഥികൾ 80-ൽ പരം 100ഓളം വരുന്ന കോളേജുകളിലെ വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരും ഇന്ന് പഠനം ആരംഭിച്ച് പഠനരംഗത്തേക്ക് കടക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക്, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഒരു നിയ്യത്തും അസ്മും നിങ്ങൾക്കുണ്ടാവണമെന്ന് ആദ്യമായി ഞാൻ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു കാര്യവും നമ്മുടെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അത് പരിപൂർണമാകുന്നതും വിജയപ്രദമാകുന്നതും. ഒരു മനസ്സോടെ ആയെങ്കിലായി എന്ന നിലക്ക് ഇതൊരു പരീക്ഷണാർത്ഥമുള്ള അതൊന്നും ചെയ്യണ്ട. പരീക്ഷണാർത്ഥം നോക്കിയിട്ട് കാര്യമില്ല. ഇച്ഛാശക്തിയോടുകൂടി മതഭൗതിക വിദ്യയുടെ സമന്വയ സംവിധാനമായ ഈ സംവിധാനത്തിൽ കയറി എനിക്ക് ഒരു നല്ല ഒരാധുനിക ലോകമറിയുന്ന, ആഴത്തിൽ ശരീഅത്ത് മനസ്സിലാക്കിയ നല്ലൊരു പണ്ഡിതനായി വളരണമെന്നും ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് ജീവിതത്തിൽ വിജയം വരിക്കണമെന്നുള്ള നല്ലൊരു നിയ്യത്ത്, ആ നിയ്യത്തോടു കൂടി ആകണം നിങ്ങളുടെ കടന്നു വരൽ. അപ്പോൾ നിയ്യത്ത് നന്നാക്കി നല്ലൊരു പ്രതിജ്ഞയോടുകൂടി ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം, ഭൗതിക രംഗത്തെ വിജയം, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന, ദുനിയാവിൽ ഐശ്വര്യം ആഖിറത്തിൽ ഐശ്വര്യം, ഈ രണ്ട് ഐശ്വര്യവും നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഴിയണം. ഇതിന് ഞാൻ സജ്ജമാകുന്നു, തയ്യാറാകുന്നു എന്ന അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളിതിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളീയ ജനത വളരെ താല്പര്യപൂർവ്വം കൗതുകപൂർവ്വം നോക്കിയിരിക്കുന്നു വാഫികളെ. ലോകമറിയുന്ന, ലോകത്തിൻ്റെ ഭാഷ അറിയുന്ന, ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് തന്നെ
പ്രബോധന രംഗത്ത് വിലസാൻ കഴിയുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്ന്, അല്ലെങ്കിൽ പണ്ഡിതകൾ എന്ന് സമൂഹം കാതോർത്ത് കൗതുകത്തോടെ ആനന്ദത്തോടെ കാത്തിരിക്കുന്നവരാണ് വാഫികൾ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും പൊയ്യാകാൻ പാടില്ല. നിങ്ങൾ നന്നായി ശ്രമിക്കണം. ഈ നമ്മളിപ്പോൾ ഒരു വളരെയധികം കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി കോവിഡ് എന്ന ഒരു മഹാമാരിയിൽ നമ്മളൊക്കെ അകപ്പെട്ടിരിക്കുകയാണ്. ഒരാൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വർഷം പൂർണ്ണമായി അടഞ്ഞുകിടന്ന് രണ്ടാമത് വർഷത്തിലേക്കും അടഞ്ഞുകിടക്കാൻ പോകുന്ന, എല്ലാവിധ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന, മനുഷ്യ പുരോഗതി ഒരുപാട് പിറകോട്ട് വലിച്ചിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഉന്നമനം നേടിയെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായ മുന്നേറ്റം നടത്താൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി കടന്നു വന്നിട്ടുള്ള നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ഉസ്താദുമാർ നിങ്ങൾക്ക് ഓൺലൈനായി ക്ലാസ് നടത്തും. നിങ്ങൾ ആരൊക്കെ അത് ശ്രദ്ധിക്കുന്നു എന്ന് പരിശോധിക്കാൻ ഉസ്താദുമാർക്ക് കഴിയില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഉസ്താദുമാർക്ക് അവർക്ക് കണ്ണില്ലല്ലോ, അങ്ങോട്ട് എത്തുന്ന കണ്ണ് അവരുടെ കയ്യിലില്ലല്ലോ എന്ന് വെച്ച് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ പാടില്ല. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഉസ്താദുമാർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈനായി ക്ലാസ് നടത്തുമ്പോൾ മാനേജ്മെൻറ്റും ഉസ്താദുമാരും പ്രയാസപ്പെട്ടുകൊണ്ടാണ് നിർവഹിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും നിങ്ങളത് സ്വായത്തമാക്കണം. വിദ്യ നുകരുക എന്ന ഈ വലിയ കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് നഷ്ടമായി പോകും, ഒരു കൊല്ലം നിങ്ങൾക്ക് പോയി പോകും. അതുകൊണ്ട് തീർച്ചയായും അതിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. പഠനാരം കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനി ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് മറാജിയായി നിങ്ങൾ നോക്കേണ്ട പലതും നിർദ്ദേശിച്ചു തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോക്കണം. എല്ലാറ്റിലും ഉപരി ഇപ്പോൾ ഒരു നല്ല മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എല്ലാ കിതാബുകളും കിട്ടാവുന്ന സംവിധാനം അതിലുണ്ട്. എന്നെക്കാൾ നിങ്ങൾക്കറിയാമല്ലോ, അത് IT വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത എൻ്റെ ഭാര്യയല്ലല്ലോ, നിങ്ങൾക്കൊക്കെ എല്ലാവരും അറിയാം. നിങ്ങളെ കയ്യിലൊരു നല്ലൊരു ഫോണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ സന്ദർഭത്തിൽ, നിങ്ങളെ ഈ ഒഴിവ് സന്ദർഭത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വിജ്ഞാന വർധനവിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമല്ലോ. ലോകത്തിലെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർ, അതുപോലെ തന്നെ പ്രഗത്ഭന്മാരായ അറേബ്യൻ ലോകത്തെ പേരെടുത്ത പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുമല്ലോ. ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിജ്ഞാന വർധനവിന്, ഭാഷയുടെ പരിപോഷണത്തിന്, വിജ്ഞാനത്തിൻ്റെ ഉയർച്ചക്ക്, ഗവേഷണ രംഗത്ത് നിങ്ങൾക്കുള്ള മികവിന് നിങ്ങൾ അധ്വാനിക്കണം. മഞ്ചദ്ദ വജത്, അധ്വാനിച്ചാൽ കിട്ടും, വെറുതെ ഇരുന്നാൽ കിട്ടുകയില്ല. എല്ലാം ലോക്ക്ഡൗണാണ്, അതുകൊണ്ട് നമ്മളൊക്കെ പൂട്ടിയിട്ട് അവിടെ കടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒഴിവ് സമയം പൂർണ്ണമായും അതിനൊക്കെ വിനിയോഗിക്കണം. മാത്രമല്ല നമ്മുടെ മദ്രസയിലെ കുട്ടികളും സ്കൂളിലെ കുട്ടികളുമൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടാകും. രക്ഷിതാക്കൾക്ക് പലപ്പോഴും അവരെ നോക്കാൻ കഴിയില്ല. അവരൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നന്നായി വിജ്ഞാന രംഗത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാതൃകായോഗ്യമായ ജീവിതം വീട്ടിൽ നയിക്കണമെന്നും കുട്ടികളൊക്കെ നോക്കി അവരെയൊക്കെ വിജ്ഞാനം നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സേവന മേഖലകൾ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് CSSൻ്റെ ഒരു മാർക്ക് ലഭിക്കേണ്ടതുണ്ടല്ലോ, അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സേവന മേഖലകൾ നിങ്ങൾ കണ്ടെത്തി അവിടെയൊക്കെ നിങ്ങളെത്തണം. ഒരുപാട് ആളുകൾക്ക് സൗകര്യങ്ങൾ ഇല്ലാത്തവർക്ക് അവരെ പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ സംരക്ഷണത്തിന് വേണ്ടി, അവരെ ചികിത്സാ രംഗത്തിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. നമ്മൾ ദീന് എന്ന് പറഞ്ഞാൽ തന്നെ മഹാനായ റസൂലുള്ള പറഞ്ഞത് അദ്ദീനു അൻ നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ കുറേ ദിക്റും തസ്ബീഹും സലാത്തും നിക്കാറും സുജൂദും മാത്രമല്ല.
സേവനനിരതമായ ജീവിതമായി കിടന്ന. അപ്പോൾ നമ്മൾ സേവനം ചെയ്യണം. അത് നിങ്ങളെ CSSന് വേണ്ടി മാർക്കിട്ടാൻ വേണ്ടിയുള്ള പണിയല്ല, അള്ളാഹു കൽപ്പിച്ച. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സേവനനിരതമായ ജീവിതമാകണം നിങ്ങളത്. അപ്പോൾ സേവന രംഗത്ത് നിങ്ങളെത്തണം, വിദ്യാഭ്യാസ പരിപോഷണത്തിന് നിങ്ങളെത്തണം, ഭാഷാ പരിപോഷണത്തിൽ നിങ്ങളെത്തണം. ഉസ്താദുമാരെയും മഹാന്മാരെയും ഉന്നതന്മാരെയൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിന് നിങ്ങൾ ഉണ്ടാവണം. എല്ലാ രംഗത്തും നിങ്ങൾ മാതൃകായോഗ്യരായിരിക്കണം. കോളേജിലല്ല എന്ന് കരുതിക്കൊണ്ട് സമയത്ത് നിസ്കരിക്കാതിരിക്കാനോ അതുപോലെ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാനോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിർവാഹമില്ല. പിന്നെ എന്തിനാണ് പഠിക്കണത്? ജമാഅത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തൊട്ടടുത്ത പള്ളിയുണ്ട്, ആ സന്ദർഭത്തിൽ നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊരു നല്ല മനുഷ്യ സൃഷ്ടിക്കലാണ് വാഫിയോട് ലക്ഷ്യം. ഹക്കീം ഉസ്താദ് എപ്പോഴും പറയാറ് നിങ്ങൾ കേട്ടില്ലേ, ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കുക. മതരംഗത്ത് PG ഉള്ള, ഭൗതികരംഗത്ത് UGC അംഗീകരിക്കുന്ന ഡിഗ്രിയുള്ള നല്ല മനുഷ്യനെ വാർത്തെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നല്ല മനുഷ്യനാവണ്ടേ? വലിമത്തഅല്ലുമു ഇന്ദകും തതസാഹലു ഫീ മിസ്ലി ആദർരിബിഹി, വലിയ ലാഭം കിട്ടുന്ന 25-27 ഡിഗ്രിയൊക്കെ പ്രതിഫലം കിട്ടുന്ന വലിയ ജമാഅത്തൊക്കെ ഉള്ളപ്പോൾ അതിലൊന്ന് പോയി പങ്കെടുക്കണ്ടേ? അതല്ലേ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച് അത് തന്നെ വീട്ടിലും വേണം. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള കടന്നുറക്കം അതൊക്കെ ഒഴിവാക്കണം. അവിടെ ഖുർആൻ ഓതി ഇരുന്നു കൊണ്ട് നമ്മുടെ ഭരണഘടനയായ വിശുദ്ധ ഖുർആനിൽ ഒരിത്തിരിയെങ്കിലും സുബഹി നിസ്കാരത്തിന് ശേഷം ഓതുന്ന പതിവ് നിങ്ങൾക്കുണ്ടാവണം. ഒരു മുസ്ലിമിന് അങ്ങനെ ജീവിക്കാൻ കഴിയൂ, അങ്ങനെ ആവണം. എല്ലാ ദിവസവും ഒത്തിരിയെങ്കിലും ഓതണം. ഈ രീതിയിൽ നിങ്ങൾ മാതൃകാപരമായ ജീവിതം വീട്ടിൽ നയിക്കുമ്പോൾ നിങ്ങളോട് താല്പര്യം നിങ്ങളുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും നിങ്ങൾ കൂടുതൽ തൽപരരായി വരും. അങ്ങനെ നിങ്ങൾ നന്നായി വരുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കരഗതമാകും. മൻസലഖ തരീഖൻ, ഇൽമു അധ്വാനിക്കാൻ ഇൽമിന് വേണ്ടി ഒരു വഴിയിൽ കടന്നാൽ സഹറല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അല്ലാഹു തആല അവന് എളുപ്പമാക്കി കൊടുക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയ ഐശ്വര്യം തന്നെ. ദുനിയാവിലെ ഐശ്വര്യവും ആഖിറത്തിലെ ഐശ്വര്യവും, 2 ഐശ്വര്യവും അവന് കിട്ടും. അതിന് വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക്. ഈ ജ്ഞാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേവല ഭൗതിക വിജ്ഞാനമല്ല, കേവല മതവിദ്യാലയമല്ല, 2 വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് കേരളം കാതോർക്കുന്ന ഉന്നതമായ വാഫി കോഴ്സിൽ ആണ് വാഫികളും വഫിയകളും ആയി വരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അള്ളാഹു അത് വിജയിപ്പിക്കണമെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടിയുള്ള മുന്നേറ്റം അനിവാര്യമാണ്. ഒരാൾ നന്നാവണമെന്ന് വിചാരിച്ചാൽ പിന്നെ ആ നന്നാക്കാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കൊടുക്കുന്നത് മൻ യുരിദില്ലാഹു ബി ഖൈറൻ, അള്ളാഹു വല്ലവനെ കൊണ്ട് ഖൈർ നന്നാവണം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും നല്ലവനാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, മതകാര്യത്തിൽ നല്ല തൻ്റെ അറിവും യോഗ്യതയും തത്വജ്ഞാനവും ഉള്ളവനാക്കും അവനെ എന്നുള്ള റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനായി എല്ലാവരും ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വഇത്രതിഹി വസ്സാലിഹീന അജ്മഈൻ വബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മറ്റുള്ളവരെ, വഫിയ സംവിധാനത്തിൻ്റെ ഇയർ പ്ലാൻ പ്രകാരം ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ക്ലാസുകൾ ആരംഭിക്കുകയല്ലാതെ നിവൃത്തിയില്ല. നാം വിശ്രമിച്ചു. തുടക്കത്തിൽ വിശ്രമം ആസ്വാദ്യകരമായി തോന്നിയിരുന്നു. ഇന്നിപ്പോൾ വിശ്രമം മടുത്തു. പഠിക്കാൻ പറ്റാതെ വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ്. രക്ഷിതാക്കളും അധ്യാപകരും അസ്വസ്ഥരാണ്. വന്നു ചേർന്ന ഈ മഹാവിപത്ത് നീങ്ങിപ്പോകാൻ നമ്മളൊക്കെ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു. വിപത്തുകൾ പലതും വന്നു പോയിട്ടുണ്ട്. വന്നു പോകാനുള്ളത് തന്നെയാണ് ഇതും.
ആത്മവിശ്വാസത്തോടെ നാം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നാം പലപ്പോഴും തളരാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. എന്തിന് തളരണം? ഹദീസിൽ നബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാദിറു ബിൽ അഅ്മാലി സബ്അൻ, 7 പ്രതികൂലാവസ്ഥകൾ വരുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് വേഗം ചെയ്ത് തീർക്കണം. അതാണ് മുഅ്മിനിൻ്റെ സ്വഭാവം. 7 കാര്യങ്ങളിൽ പ്രധാനം മരണവും രോഗവുമൊക്കെയാണ്. അതിൽ കൂടുതൽ എന്താണ് വരാനുള്ളത്? മരണം വാസ്തവത്തിൽ ഒരു കൂടുമാറ്റം മാത്രമാണ്. രോഗങ്ങൾ വളരെ സ്വാഭാവികമായി വന്നു പോകുന്നതാണ്. അവയുടെ പേരിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അതിവേഗം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഫിയ സംവിധാനം പ്രതികൂലാവസ്ഥകളെ മറികടന്ന് വളർന്നു വികസിച്ചു വന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ പ്രതികൂലാവസ്ഥകളിൽ കർമ്മം നിർത്തിവെക്കാനുള്ള പരിപാടികളില്ല. അതിശീഘ്രം മുന്നോട്ട് പോവുകയാണ്. പുതിയ കരിക്കുലവും പുതിയ പഠന സമ്പ്രദായങ്ങളും പരീക്ഷാ സമ്പ്രദായങ്ങളുമൊക്കെ നടപ്പാക്കാൻ പോവുകയാണ്. ഓഫ്ലൈനായിട്ട് കാര്യങ്ങൾ നടക്കാൻ നേരത്തെ പ്രയാസമുണ്ട്. ആ പ്രയാസം നീങ്ങും. അത് നീങ്ങുന്നത് നാം കാത്തിരിക്കുന്നുമില്ല. എത്രയും വേഗം മുന്നോട്ട് പോവുകയാണ്. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഓഫ്ലൈനായിട്ട് കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് വരുമ്പോൾ ഓൺലൈനായിട്ട് നടക്കും. അറിവ് സമ്പാദിക്കുക എന്നതാണ് പ്രധാനം. അറിവ് സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഗുരുകുല സമ്പ്രദായമുണ്ട്. ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് അറിവ് ശേഖരിക്കുന്ന സമ്പ്രദായമുണ്ട്. വേറെയും സമ്പ്രദായങ്ങളുണ്ട്. പുതിയ കാലത്ത് വേഗം പറയുകയാണെങ്കിൽ ഓൺലൈൻ സംവിധാനം അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തോട് ഇണങ്ങിച്ചേർന്ന് അത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരു പുതിയ സംസ്കാരം തന്നെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. പറഞ്ഞിട്ടുള്ളതുപോലെ വീടുകളെ വിദ്യാലയങ്ങളാക്കി മാറ്റണം. നമ്മൾ വീടുകളെ വിദ്യാലയങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മളെപ്പോഴും പഴയ അവസ്ഥ അതിവേഗം തിരിച്ചു വരുമെന്ന് കണക്കുകൂട്ടിയിരുന്നതാണ്. ആ കണക്കുകൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായി നമ്മുടെ വീടുകളെ ഇനി വിദ്യാലയങ്ങളാക്കി തീർക്കാൻ തീരുമാനിക്കുക. അതിനു വേണ്ട ചിട്ടവട്ടങ്ങൾ ഒരുക്കുക. വിദ്യാലയങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഒരുക്കുക. പിന്നെ കൂടുതൽ ചിന്തിച്ച് നല്ല കാലം വരുമെന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് നല്ല കാലം തന്നെയാണ്. ഒരു പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ സൗകര്യമുണ്ടാവുക എന്നത് കൂടുതൽ നല്ല കാലമല്ലേ? ഒരുപാട് യാത്ര ചെയ്യേണ്ടതില്ല, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടതില്ല, പണച്ചെലവില്ല, വിരഹവേദനയില്ല, ഉറ്റവരും ഉടയവരും എല്ലാ സമയത്തും ഒപ്പമുണ്ട്. വീട്ടിൻ്റെ വളരെ അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് വിദ്യ അഭ്യസിക്കാൻ പറ്റുക. അള്ളാഹു ഇത് കണക്കാക്കി വെച്ചതുപോലുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെട്ടു വരികയാണ്. അതിന് കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ്. ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ ഈ രംഗത്ത് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാത്തിരിക്കുക നമ്മൾ. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ യാത്ര അത് ഒട്ടും തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് അത്ഭുതങ്ങൾ വരാനിരിക്കുകയാണ്. ഇപ്പോൾ വൈഫൈ കിട്ടാനൊക്കെ പ്രയാസമുണ്ട് ചില സ്ഥലങ്ങളിൽ. കുറേ കൂടി ലഘുവായിട്ട് ചിത്രങ്ങളും വീഡിയോകളും വീട്ടിലെത്തുന്ന കാലം വരും. വൈഫൈ കുറേ കൂടി കനത്ത് സാർവത്രികമായി ലഭിക്കുന്ന കാലവും വരും. ഇതൊക്കെ കൊമേഴ്സ്യലായിട്ട് ലക്ഷ്യങ്ങളുള്ള ആളുകൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പ്രതികൂലാവസ്ഥകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അത് നമ്മൾ കാത്തിരിക്കുക. പിന്നെ രോഗവും അതിൻ്റെ കാഠിന്യവും മരണവുമൊക്കെയാണ്. അത് കൂടാതെ കഴിയാത്ത കാര്യമാണ്. നമ്മൾ പേടിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഉറപ്പുള്ള കാര്യങ്ങളാണ്. രോഗമാണ്.
7 കാര്യം പറഞ്ഞപ്പോൾ നബി തങ്ങൾ രോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മരണമാണ്, വേഗം വരുന്ന മരണം, അതും പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള നാശനഷ്ടങ്ങളും ലോകത്തിൻ്റെ അവസാനവുമാണ്. അതൊക്കെ നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളതാണ്. മരണം മുന്നിലെത്തി, മരണം ഉറപ്പായി, എന്തു ചെയ്യണം? ഇൽമ് പഠിക്കണമെന്നായിരുന്നു നബിയുടെ ഒരു മറുപടി. മറ്റൊരു സന്ദർഭത്തിൽ ചെടി നടണമെന്നായിരുന്നു. അപ്പോൾ ഭൂമിയുടെ നിർമ്മാണവും അതുപോലെ പരലോകത്തേക്കുള്ള പാതയമൊരുക്കലും അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും നിർത്തിവെക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് പ്രവാചക അധ്യാപനം, അതാണ് മുസ്ലിമിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ മുന്നോട്ട് പോവുക, ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ സംസ്കാരം നമ്മളിവിടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതാണ് വീടും പരിസരവും അക്ഷരാർത്ഥത്തിൽ വിദ്യാലയമാക്കി മാറ്റുക. വീട്ടിലുള്ളവരൊക്കെ അധ്യാപകരായി തീരുക. അധ്യാപകൻ്റെ റോൾ എന്താണ്? നമ്മളൊരു പക്ഷേ പറയും വീട്ടിലുള്ള ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയുകയില്ലല്ലോ. പഠിപ്പിക്കാൻ സംവിധാനങ്ങൾ കുറേ ഉണ്ട്, സഹായങ്ങൾ കൊടുക്കാൻ അധ്യാപകരുണ്ട്, അത് നമ്മൾ നിർത്തിവെക്കുന്നില്ലല്ലോ. അതേ സമയത്ത് ഗുരുവിൻ്റെ ഒരു പ്രധാന റോൾ എന്താണ്? ഡയറക്ഷനാണ്, മാർഗ്ഗനിർദ്ദേശമാണ്. ഇർഷാദ് ഉസ്താദിൻ എന്നാണ് ഷാഫി റളിയല്ലാഹു പറഞ്ഞത്. ഗുരുനാഥൻ്റെ ഡയറക്ഷൻ, വഴി കാണിച്ചു കൊടുക്കൽ, പഠിപ്പിക്കൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വഴി കാണിച്ചു കൊടുക്കുന്നവൻ്റെ റോളിൽ ഉമ്മാക്കും ഉപ്പാക്കും വീട്ടിലുള്ളവർക്കും വേണ്ടത് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ അധ്യാപക സമൂഹത്തിന് സാധിക്കും, സ്ഥാപനങ്ങൾക്ക് സാധിക്കും. ഈ പുതിയ സാഹചര്യവുമായി കൂടുതൽ ഇണങ്ങിച്ചേരാനും വേണ്ട സന്നാഹങ്ങൾ ഒരുക്കാനും എത്രയും പെട്ടെന്ന് ഉത്സാഹത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരികയല്ലാതെ തളർന്നിരിക്കുന്നതിന് അർത്ഥമില്ല. നമ്മൾ മരണത്തെക്കുറിച്ച് പറയാറുള്ളത് അതൊരു കൂടുമാറ്റം മാത്രമാണെന്നാണ്. മരിക്കാതെ പറ്റുമോ? രോഗങ്ങൾ വരാതിരിക്കുമോ? പിന്നെ അവസാന നിമിഷം വരെ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക, അതല്ലേ നമ്മുടെ കടമ. നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ളത് നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കാലം, ഈ പുതിയ കാലത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ നല്ല മനുഷ്യന്മാരെ കൂടുതൽ ഉണ്ടാക്കാൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്മക്ക് വലിയ വിലയുള്ള കാലമാണിത്, മനുഷ്യത്വത്തിന് വലിയ വിലയുള്ള കാലമാണിത്, ഔദാര്യത്തിന് വലിയ വിലയുള്ള കാലമാണിത്. ഇന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? പട്ടിണി മരണങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. വായു കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ടെക്നോളജിയുടെ വികസനമാണ് പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ മാനവികത ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവഗണിച്ചിരുന്ന ഒരുപാട് മൂല്യങ്ങൾ, ഒരുപാട് നിയമങ്ങൾ, അതൊക്കെയാണ് ഇനിയുള്ള കാലത്ത് മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ അനിവാര്യമായിട്ടുള്ളത് എന്ന് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രോഗത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വൈദ്യശാസ്ത്ര പഠനത്തെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ കൂടുതൽ ബോധമുണ്ടായിത്തീരുകയാണ്. ഗവേഷണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി അന്വേഷിക്കുകയാണ്. പണ്ടൊക്കെ രോഗമുണ്ടായാൽ അതിന് പ്രതിരോധം തീർക്കുന്നതിന്, വാക്സിൻ കണ്ടെത്തുന്നതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. പ്രസിദ്ധമായ പല രോഗങ്ങൾക്കും ചികിത്സ വന്നിട്ടുള്ളത് 10, 20, 30, 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ 1 വർഷം കൊണ്ട് തന്നെ മനുഷ്യന് ഈ മഹാമാരിക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. പരിഹാരം പൂർണ്ണ രൂപത്തിൽ ആയിട്ടില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ അന്വേഷണ തൃഷ്ണയുമൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏക പ്രശ്നം മനുഷ്യൻ്റെ മനസ്സിൻ്റെ വൈകല്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതില്ലാതാക്കുക എന്നതാണ് പ്രധാനം. മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ലോകം വളരെ ശ്രദ്ധാപൂർവം ഈ പിന്നിട്ട ആഴ്ചയിൽ എന്തൊക്കെയാണ് അറിഞ്ഞത്? ഒരു ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ ചെയ്യുന്നത് ആരാണ്? മറ്റുള്ളവരാൽ ഇല്ലായ്മ ചെയ്യലിനെ അതിജീവിച്ചു പോന്നിട്ടുള്ള ആളുകൾ. ഗ്യാസ് ചാമ്പറുകളിൽ അടക്കപ്പെട്ടവർ, ചുട്ടുകരിച്ചു കൊല്ലപ്പെട്ടവർ, ഏറ്റവും ചുരുങ്ങിയത് അവർ പിന്നിട്ട പാത വിലയിരുത്തി അവരുടെ ചരിത്രം പഠിച്ച് ഞങ്ങൾ ഇനി ആരോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിയേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു പീഡനം, ഒരു നാശം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളുകളെങ്കിലും മറ്റുള്ളവരെ പീഡിപ്പിക്കരുത്, നശിപ്പിക്കരുത്, മനുഷ്യത്വം
ഉൾക്കൊള്ളണമെന്ന് തിരിച്ചറിയുകയല്ലേ വേണ്ടത്? ഈ മനുഷ്യൻ്റെ ബുദ്ധിശൂന്യതയാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കൂട്ടരെ കൊന്നുകൊണ്ടിരിക്കുക. പണ്ടൊരുപാട് പറഞ്ഞതുപോലെ കൊല്ലപ്പെട്ട ആൾക്കാർ, ബാക്കി വന്ന ആളുകൾ അവരുടെ പൂർവികരുടെ ചരിത്രം ഓർക്കാതെ മറ്റുള്ളവരെ കൊല്ലുക. എന്നാൽ അവർക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുക. ഇന്നിപ്പോൾ തിരിച്ചടി ഉണ്ടായി. തിരിച്ചടി പൂർണ്ണമാണ്, ഭദ്രമാണ്, അവസാനത്തെ നേട്ടം വിജയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ നേരിയ തോതിലെങ്കിലും തിരിച്ചടി ഉണ്ടായി എന്നത് ശരിയാണ്. ഇവിടെയൊക്കെ വെച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? രോഗത്തിന് വേഗം വാക്സിൻ കണ്ടെത്തിയപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് വിലയുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഫലസ്തീനികൾ തിരിച്ചടിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി പ്രതികൂല സാഹചര്യത്തിൽ പൊറുതി മുട്ടുന്ന മനുഷ്യൻ പ്രതിരോധത്തിന് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുമെന്ന്. അതിന് സാങ്കല്പിക വാളുകളൊന്നും തടസ്സമാവുകയില്ല എന്ന്. എല്ലാ ഭിത്തികളും തകർത്ത് മനുഷ്യനുണ്ടാക്കിയ ആയുധത്തിന് അകത്ത് കടന്ന് നാശം വിതക്കാൻ സാധിക്കുന്നു എന്ന് വന്നു. അപ്പോഴാണ് മനുഷ്യന് തിരിച്ചറിവുണ്ടാകുന്നത്. പ്രതികൂല സാഹചര്യത്തിലാണ് നമുക്ക് തിരിച്ചറിവുകളുണ്ടാവുക. നമ്മളൊക്കെ അത് തിരിച്ചറിയണം. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളാണ്, ദഅ്വ രംഗത്തുള്ള ആളുകളാണ്. പ്രതികൂല സാഹചര്യം, നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യം അതെന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ആ രംഗത്ത്, ബുദ്ധിയുടെ ഉപയോഗ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. സനാതന നിയമങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ രംഗത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ അവിടെ പ്രതിരോധം തീർക്കാനുള്ള വഴികളാണ് അന്വേഷിക്കേണ്ടത്. മനുഷ്യനെ ശാരീരികമായി നശിപ്പിക്കുന്ന ആളുകളുടെ ആക്രമണത്തെ നമ്മൾ പ്രത്യാക്രമണത്തിലൂടെ നേരിടേണ്ടതായി വരികയാണ്. അതാണ് ഇന്ന് ലോക ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ബൗദ്ധികമായ രംഗത്തും ഒക്കെ നമ്മൾ ഈ കാഴ്ചപ്പാട് തന്നെയാണ് ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദൗത്യം മറന്ന് കിടന്നുറങ്ങാൻ പാടില്ല, വിശ്രമിക്കാൻ പാടില്ല. വൈറസുകളൊക്കെ അകന്നു പോകട്ടെ എന്ന് കാത്തിരിക്കാൻ പാടില്ല, വേഗം മുന്നോട്ട് പോവുക. ഈ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും വലിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചില ബുദ്ധികളാണ്. ആൾക്കൂട്ടത്തിന് അത് ഉണ്ടാക്കാൻ പറ്റൂല. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് മിടുക്ക് നേടുന്നവർക്കേ പറ്റുള്ളൂ. വിദ്യാഭ്യാസ രംഗത്തെയും യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഗവേഷകർ, കുശാഗ്ര ബുദ്ധിയുള്ള ആളുകൾ, അറിവിനു വേണ്ടി സമർപ്പിതമായിട്ടുള്ള ജീവിതങ്ങൾ, അവരാണ് ഭൂമിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നത്. അവരാണ് ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ. നമ്മളൊരു തരത്തിൽ നേതൃത്വം നൽകുന്ന ആളുകളാണ്. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, നല്ല ആളുകൾക്ക് നേതൃത്വം നൽകാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്നാണ് പടച്ചവൻ്റെ ഖുർആൻ ഉദ്ധരിച്ച പ്രാർത്ഥന. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ പുതിയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഭംഗിവാക്ക് പറയുന്നതല്ല. തീർച്ചയായും ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പഠിക്കണം എന്നുള്ളവന് പഠിക്കാം. പഠിക്കണ്ട എന്ന് നിശ്ചയിച്ചവനെ സംബന്ധിച്ചിടത്തോളം, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാകൂല എന്ന് പ്രഖ്യാപിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ്. അവനെ കണ്ടു നിൽക്കുന്നവരുടെ ഭാവിയും ഇരുളടഞ്ഞതാണ്. കുട്ടികളെ വീട്ടിൽ കിട്ടിയപ്പോൾ കുറച്ച് ആളുകൾ മനസ്സിലാക്കിയിരിക്കണം ഇതിപ്പോൾ ഒരു നല്ല കാര്യം തന്നെ. എന്തൊക്കെയാണെങ്കിലും തൊട്ടതിനും തോന്നിയതിനുമൊക്കെ പറഞ്ഞയക്കാനും വഴിപ്പെടുത്താനും ഇവനെ കിട്ടുന്നല്ലോ എന്ന്. നമുക്ക് വിദ്യയോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ആ ഒരു താല്പര്യം, അത് നിഷ്കളങ്കമായിരിക്കണം. വിദ്യാലയമാക്കി തീർക്കണം നമ്മളെ വീടുകൾ. നേരം പുലർന്നാൽ വിദ്യാലയത്തിലാണ് എൻ്റെ കുട്ടി എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളെ വിശ്വസിപ്പിക്കണം. അടുത്ത റൂമിലാണ്, അല്ലെങ്കിൽ റൂമിൻ്റെ ഒരു മൂലയിലാണ്. അവനെ തടസ്സപ്പെടുത്താൻ പാടില്ല. വലിയ ആളുകളുണ്ടാവണം, അതാണ് നമ്മുടെ ആവശ്യം. മഹാന്മാരുണ്ടാവണം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് ചോദിച്ചു, വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, തമന്നൗ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുക. നമ്മൾ കുട്ടികളോട് ക്ലാസ് ചോദിക്കാറുണ്ടല്ലോ എന്താകാനാ കൊതിയെന്ന് എന്നതുപോലെ. അവർ പറഞ്ഞു, ഈ വീട് നിറയെ സ്വർണം ഉണ്ടെങ്കിൽ, അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാൻ സാധിച്ചെങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, വേറെ ആഗ്രഹിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ചിലർ പറഞ്ഞു, ഈ വീട് നിറയെ മുത്തുകളും വൈഡൂര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും മൂന്നാമതും പറഞ്ഞു, വേറെ ആഗ്രഹിക്കുക.
അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീട് നിറയെ അബൂ ഉബൈദത്ത് ബിൻ അൽ ജറാഹ്, മുആദ് ബിൻ ജബൽ, സാലിമുൻ മൗല അബി ഹുദൈഫ തുടങ്ങിയിട്ടുള്ള മഹാപുരുഷന്മാരുണ്ടാവുകയാണെങ്കിൽ, മഹാപുരുഷന്മാരാണ് മഹത്വം രചിക്കുന്നത്, സ്വർണവും വെള്ളിയുമല്ല. നമ്മളിതൊക്കെ തിരിച്ചറിയണം. നമ്മളിപ്പോഴും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അടിമകളാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവൻ പഠനമൊക്കെ പൂർത്തിയാക്കി എന്നാണ് സ്വർണവും വെള്ളിയും കൊണ്ടുവരിക എന്നാണ് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് പറയപ്പെടുന്ന ഉപദേശങ്ങളൊക്കെ അവർക്ക് അധിക പ്രസംഗങ്ങളാണ്. വാസ്തവത്തിൽ ഇവരൊക്കെ വലിയ ആളുകളായിത്തീരണം. ഇവർ വലിയ ആളുകളാകുമ്പോൾ ഭൂമിയിൽ ശാന്തിയും സമാധാനം ഉണ്ടാകും. അറബികൾക്ക് പണമുണ്ട്, ഫലസ്തീനികൾക്ക് പണമില്ലെങ്കിൽ അറബികൾ സഹായിക്കാൻ തയ്യാറാണ്, മുസ്ലിങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. എന്തു കാര്യം? പക്ഷേ അവർ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫലം കണ്ടു. ഒരു നേരിയ ഫലം, അതൊരു ശാശ്വത ഫലമാണെന്നൊന്നും ഞാൻ പറയുകയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പണമല്ല പ്രധാനം, സൗകര്യങ്ങളല്ല പ്രധാനം, സ്വർണവും വെള്ളിയുമല്ല പ്രധാനം. മനുഷ്യൻ്റെ ബുദ്ധി, വിദ്യാഭ്യാസം, അതിൻ്റെ ഉപയോഗം, നിശിതമായ ഉപയോഗം, കണിശമായ ഉപയോഗം, അത് ഉപയോഗിച്ച് എൻ്റെ കുട്ടിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, എനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അത് എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അതാണ്. ഞാൻ അത് നന്നായി നിർവഹിക്കട്ടെ എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഭൂമിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. അതാണ് വേണ്ടത്. ഇതൊക്കെ എന്നാണ് നമ്മൾ തിരിച്ചറിയുക എന്നറിയുകയില്ല. ഇപ്പോൾ രോഗങ്ങളുണ്ടായി. ഈ രോഗത്തിന് ശമനം ഉണ്ടാക്കുന്നത് ആരാണ്? ആരിലാണ് നമുക്ക് പ്രതീക്ഷ? വലിയ വലിയ പണക്കാരിലാണോ? ഖജനാവിലാണോ? ബാങ്ക് ബാലൻസിലാണോ? അല്ല. കഷ്ടപ്പെട്ട് ലാബുകളിലിരുന്ന് ഗവേഷണം നടത്തുന്ന മിടുക്കന്മാരായ, കുശാഗ്ര ബുദ്ധികളായ, സമർപ്പിതരായ നമ്മുടെ പുതിയ തലമുറയിലാണ്, ഗവേഷകന്മാരിലാണ്, ശാസ്ത്രജ്ഞന്മാരിലാണ്. നമ്മളിതൊക്കെ തിരിച്ചറിയണം. നമ്മുടെ മക്കൾ വലിയവരായിത്തീരണം. അവർ മനുഷ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. മനുഷ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രശ്ന പരിഹാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്, പണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ ല യസഉ ബിസ് സുൽത്താനി മാ ലാ യസഉ ബിൽ ഖുർആൻ. ചിലത് ഖുർആൻ കൊണ്ട് മാറൂല, അധികാരം കൊണ്ട് മാറും. അധികാരം ഉപയോഗിക്കേണ്ടി വരും, ശക്തി ഉപയോഗിക്കേണ്ടി വരും. വഅഇദ്ദു ലഹും മസ്തതഅ്തും മിൻ ഖുവ്വത്തിൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മൾ കുട്ടികളെ വലുതാക്കിയെടുക്കുക. അബൂ ഉബൈദത്തുൽ ജറാഹ് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള മഹാപുരുഷന്മാരുണ്ടാവുക. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബു ഹനീഫ, മാലിക് റളിയല്ലാഹു അൻഹും ജമിയാൻ, അവരെ പോലുള്ള ആളുകളുണ്ടാവുക. വസാരി ഇമാമിനെ പോലുള്ള ആളുകളുണ്ടാവുക. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളുണ്ടാവുക. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ശംസുൽ ഉലമയെ പോലുള്ള ആളുകളുണ്ടാവുക. കണ്യത്ത് ഉസ്താദിനെ പോലെ ആളുകളുണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ നമ്മളെ സമർപ്പിക്കുക, നമ്മുടെ മക്കളെ സമർപ്പിക്കുക. അതാണ് ശരി. ആ ശരിയുടെ വഴിയിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകളുണ്ടാകണം, മഹാപുരുഷന്മാരുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ വലിയ പരിശ്രമങ്ങൾ നടത്തണം. ഇന്നിപ്പോൾ നമ്മൾ ആയുധത്തെക്കുറിച്ച് പറയുന്നു. ആയുധമാണോ വലുത്, മനുഷ്യനാണോ വലുത്? നമ്മൾ പറയും ആയുധമാണ് വലുത്, അണുബോംബാണ് വലുത്, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ് വലുത്. അപ്പോഴും നമ്മൾ പറയാതെ പറയുന്നത് എന്താണ്? മനുഷ്യനാണ് വലുത് എന്നാണ്. അണുബോംബ് കണ്ടെത്തിയത് മനുഷ്യനാണ്. നശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, കണ്ടുപിടിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ മനുഷ്യനാണ് പ്രധാനം. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് വ്യക്തികൾക്കാണ്, മനുഷ്യനാണ്, മനുഷ്യൻ്റെ ബുദ്ധിക്കാണ് പ്രാധാന്യം എന്ന കാര്യമാണ് ഞാൻ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഹൈറയിൽ പരാജയം വരുന്നു എന്ന് തോന്നിയപ്പോൾ കൂടുതൽ സേനാവ്യൂഹത്തെ അയച്ചു തന്ന് സഹായിക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടിയായി ഒരാളെയാണ് അയച്ചു കൊടുത്തത്, അഖാഇബ്നു അംർ തമീമി റളിയല്ലാഹു അൻഹുവിനെ. ഒരു ബറ്റാലിയനെ അയക്കുന്നതിന് പകരം ഒരു വ്യക്തിയെയാണ് ഉമർ ബിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയച്ചുകൊണ്ടിരിക്കുന്നത്.
അതിന് ന്യായമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യുഹ്സമു ജയ്ഷുൻ ഫീഹി മിസ്ലുഹു, കഅക്കായ് റളിയല്ലാഹുവിനെ പോലുള്ള ആളുകളുള്ള പട്ടാളം തോൽക്കൂല എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ല സൗത്തുൽ കഅക്കാഇ ഫിൽ ജയ്ഷി ഖൈറും മിൻ അൽഫി മുഖാത്തിൽ. ഒരു പട്ടാളത്തിൽ, ഒരു സേനാവ്യൂഹത്തിൽ കഅക്കായ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം 1000 പോരാളികളെക്കാൾ ഭേദമാണ് എന്ന്. വലിയ ആളുകളുണ്ടായിത്തീരണം. അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയ താല്പര്യം വേണം കുട്ടികൾക്ക്. ഈ സമയത്ത് എല്ലാ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ, സമയത്തിന് കയറുന്നുണ്ടോ എന്ന് നോക്കാൻ, ഗൃഹപാഠം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ അധ്യാപകരില്ല. അപ്പം നല്ല കാലമെന്ന് കുട്ടികൾ വിചാരിക്കുകയാണ്. കുട്ടികൾ വിചാരിക്കരുത്. അവർ സ്വന്തം ഉത്തരവാദിത്തം തിരിച്ചറിയണം. വലിയ ആളുകൾക്ക് ഇനി സ്ഥാനമുള്ളൂ, എന്തിനെങ്കിലും പറ്റുന്നവർക്കേ സ്ഥാനമുള്ളൂ. വാഫിയാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റൂല. കഴിവ് തെളിയിക്കണം, സാന്നിധ്യം അറിയിക്കണം. മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോവുകയാണ്. മദീനത്തിൻ്റെ ഗുരു, ലോകത്തിൻ്റെ ഗുരു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത്. മാലിക് റളിയല്ലാഹു അൻഹു ഷാഫി റളിയല്ലാഹു അൻഹു എന്ന വിദ്യാർത്ഥിയെ, SSLC പ്രായക്കാരനായ വിദ്യാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഇൻ്റർവ്യൂവിൽ പ്രധാന ചോദ്യങ്ങൾ 2 എണ്ണമാണ്. ഒരു ചോദ്യം, തനിക്ക് അറിവിനോട് എത്ര ഇഷ്ടമുണ്ട്. കുട്ടിയായ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, എനിക്ക് അറിവിനോട് അദമ്യമായ ഇഷ്ടമാണ്. അറിവ് കേൾക്കാൻ എൻ്റെ ശരീരമാകെ ചെവിയായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. അത്രമേൽ ഇഷ്ടമാണ്. ചെറിയ ശ്രവണേന്ദ്രിയം കൊണ്ട്, ഇയർ ഡ്രം കൊണ്ട് കേട്ടാൽ പോരാ, ശരീരമാകെ കേൾക്കുന്ന അവയവമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന്. 2ാമത്തെ ചോദ്യം, നിൻ്റെ ആർത്തി എത്ര കണ്ടുണ്ട്. ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, കുട്ടിയെ നഷ്ടപ്പെട്ട തള്ളക്ക് ആ കുട്ടിയെ തിരിച്ചു കിട്ടണമെന്ന് എത്ര കണ്ട ആർത്തി ഉണ്ടാകും, അതിൽ കൂടുതൽ എനിക്ക് അറിവ് കിട്ടണമെന്ന ആർത്തിയുണ്ട് എന്ന്. ആർത്തിയോടെ പഠിക്കുക മക്കളെ, അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അപ്പോഴേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. UGC ഇപ്പോൾ നിർദ്ദേശങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. 40% ഓൺലൈനായിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓഫ്ലൈൻ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ കാര്യങ്ങൾ വാസ്തവത്തിൽ കൂടുതൽ അനുകൂലമായി തീരുകയാണ് ചെയ്യുക. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ അധ്യാപകൻ്റെ സ്വന്തം കാര്യം പോലെ ഇവനെ പഠിപ്പിക്കൽ ഒരു ചുമതലയായി ഏറ്റെടുത്ത് അധ്യാപകന് വേണ്ടി പഠിക്കുക എന്നുള്ളിടത്തു നിന്ന് കുട്ടി വിട്ട് എനിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളിടത്ത് എത്തേണ്ടി വരും. പിന്നെ പഠിക്കാനുള്ള വഴികളൊക്കെ അവൻ അന്വേഷിക്കണം, അവൻ ഗൂഗിൾ ചെയ്യണം, അവൻ അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തണം. ഓഫ്ലൈനായിട്ട് വിളമ്പി വെച്ചത് തിന്നാൻ പറ്റൂല. അപ്പോൾ കാര്യങ്ങൾ അനുകൂലമാണ്. അങ്ങനെ ആകുമ്പോൾ വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ നിർമ്മാണം ത്വരിതഗതിയിലാവുകയാണ്. അവൻ തന്നെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പഠിക്കുകയാണ്, CE വർക്കുകൾ ചെയ്യുകയാണ്, മറ്റനേകം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇത് അധ്യാപകൻ്റെ ആധിപത്യം കുറയ്ക്കുകയാണ്. അധ്യാപകൻ്റെ ആധിപത്യം കുറയുന്നു എന്നത് വിദ്യാർത്ഥിയുടെ ചുമതല കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവൻ്റെ ഉത്തരവാദിത്തം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ സിലബസ് കരിക്കുലമൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ UGC പറയുന്ന പല രീതികളും നമ്മൾ ഇതിന് മുമ്പ് നടപ്പാക്കിയതാണ്. പിന്നെ UGC പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു 2-3-4 മാസം മുമ്പ് നമ്മൾ സെനറ്റ് പാസ്സാക്കിയ കാര്യങ്ങളാണ്. ഓപ്പൺ ബുക്ക് എക്സാം ഉൾപ്പെടെ. കിതാബ് നോക്കി പരീക്ഷ എഴുതുക. കിതാബ് നോക്കി എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പറ്റില്ല. കിതാബ് പഠിച്ചവനേ പറ്റുള്ളൂ. അതെനിക്കും എഴുതാലോ കിതാബ് നോക്കിയാൽ. കിതാബ് നമ്മൾ അറബിയിൽ തമാശ പറയാറുണ്ട്, അറബിയെപ്പറ്റി ഹർക്കത്തിട്ടത് വായിക്കാൻ. ഹർക്കത്തില്ലാത്തതൊക്കെ വായിക്കാൻ പറ്റുന്ന, ഗ്രാമർ അറിയുന്ന, കിതാബ് നോക്കി കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നവർ മാത്രമേ നോക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് എക്സാം, അതുപോലെ ഗ്രൂപ്പ് എക്സാം, ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഇന്ന് ലാബുകളിലൊക്കെ പല ഗവേഷണ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് സാധ്യമല്ല അത്. ബുദ്ധിയുള്ള വ്യക്തികൾ കൂട്ടായി പ്രവർത്തിക്കണം. എന്നതുപോലെ വിഷയങ്ങൾ, സമസ്യകൾ കുട്ടികൾ ഗ്രൂപ്പായി കൈകാര്യം ചെയ്യണം, പരിഹാരം കാണണം. അപ്പോൾ കൂട്ടായി വിഷയം പഠിക്കുക, കൂട്ടായി പരീക്ഷ എഴുതുക, പുസ്തകം നോക്കി പരീക്ഷ എഴുതുക, സ്വന്തം ഉത്തരവാദിത്തത്തിൽ പഠിക്കുക. വേണമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കാതെ നശിക്കുക. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
അങ്ങനെയുള്ള ഒരു കാലമാണ് വന്നിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കണമെന്നാണ് UGC നൽകുന്ന നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഈ പഠനാരംഭം അല്ലെങ്കിൽ വർഷാരംഭം എന്ന് പറയാം. ഈ ആരംഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളോട് പറയാനുള്ളത്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയാനുള്ളത്, നിങ്ങൾ വളരെ വലിയ ഗൗരവത്തിൽ ഇതുവരെ നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ് എന്ന നിരക്ക് ആണ് ഈ നിർദ്ദേശം തന്നിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഒരു പക്ഷേ ഇനി കൊറോണ മുക്ത കാലം വന്നാൽ പോലും ഈ രീതിയിൽ നമ്മൾ പുറകോട്ട് പോരേണ്ട സ്ഥിതിവിശേഷം അനിവാര്യമല്ല. ഇനി ഓഫ്ലൈനായിട്ടൊക്കെ നടത്താൻ പറ്റുന്നൊരു സമയം വന്നു എന്ന് വിചാരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ആരെയും വഞ്ചിക്കാതെ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഉസ്താദില്ലെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കളില്ലെങ്കിൽ ഞാനും എൻ്റെ ഫോണും ഇഷ്ടം പോലെ, പക്ഷേ അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധത്തിലാണെങ്കിൽ നമുക്ക് വരും കാലത്ത് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകാം. ഓഫ്ലൈനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉസ്താദന്മാരെ കാണാൻ, ചിലതൊക്കെ നേരിട്ട് വാങ്ങാനും കൊടുക്കാനും, എന്നാൽ അധിക സമയം വീട്ടിലിരുന്ന് പഠിക്കുക, സ്വന്തം ഉത്തരവാദിത്തത്തിൽ പഠിക്കുക, സ്വന്തം റിസ്കിൽ പഠിക്കുക, അങ്ങനത്തെ ഒരു കാലം വരും. അങ്ങനെ വരുന്നതാണ് നല്ലത്. ഇനി കൊറോണ പോയാലും നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചു പോകേണ്ട കാര്യമില്ല. സർക്കാർ ഓഫീസുകളും അതുപോലുള്ള അനേകം സന്നാഹങ്ങളും അതൊന്നും ഇനി വേണ്ട എന്ന കാര്യത്തിലേക്കാണ് കാലം പോകുന്നത്. മനുഷ്യൻ വൈരം മറക്കുന്ന കാലം വരികയാണ്. ആവശ്യമില്ലാത്ത മുടിനാരിഴകീറിയിട്ടുള്ള ചർച്ചകളും കുത്തിത്തിരിപ്പുകളും ഒക്കെ അവസാനിപ്പിച്ച് മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരായി കണ്ട് സ്നേഹം കൊടുത്തു വാങ്ങി ചിരിച്ച് കളിച്ച് ജീവിക്കുന്ന ഒരു നല്ല കാലം വരാൻ പോവുകയാണ്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ സൂചനയായിരിക്കും ചില ആളുകൾക്കൊക്കെ ചരിത്രത്തിലുടനീളം മനുഷ്യന്മാരെ കൊല്ലൽ മാത്രം ശീലിച്ചു പോന്നിട്ടുള്ള ആളുകൾ ചെറിയ ഒരു പരാജയത്തിൻ്റെ മുഖത്താണെങ്കിൽ പോലും വെടി നിർത്താനും കൊല നിർത്താനും തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു നല്ല സൂചനയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കൊല വേണ്ട, നശീകരണ ആയുധങ്ങൾ വേണ്ട. ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ആയുധങ്ങളൊന്നും വേണ്ട എന്ന് വെക്കും മനുഷ്യൻ. ഈ ആയുധങ്ങൾക്ക് ചിലവാക്കുന്ന കോടികൾ മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിന് വേണ്ടി, മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മനുഷ്യൻ്റെ സ്നേഹമസൃണമായ സഹവർത്തിത്വം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി, അതിനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കാലം എത്ര നന്നാകും, ലോകം എത്ര നന്നാകും. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എന്ന് ആശംസിക്കുന്നു. നല്ലത് നേരുന്നു. മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാരൊക്കെ ഇതിൻ്റെ പരിസരത്ത് സംസാരിക്കുന്നു. നമുക്ക് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പലപ്പോഴും ഒരു പക്ഷേ പറയേണ്ടത് ഇങ്ങനെയൊന്നും ഒരുപാട് പറയേണ്ടി വരരുത്. സമജന വാലേക്കു ഇഷാറ കാഫിയ എന്ന് പറയുന്നത് പോലെ ചെറിയ സൂചകങ്ങളൊക്കെ മതിയല്ലോ. ഒരുപാട് എന്തിനാണ് പറയേണ്ടി വരുന്നത്? നമുക്ക് മുന്നോട്ട് പോകണം. നമുക്കൊരു പുതിയ ലോകം സ്വപ്നം കണ്ട് ശാന്തിയുള്ള, സമാധാനമുള്ള, രോഗമുക്തമായ ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ മരണം ഒരു യാഥാർത്ഥ്യമാണ്, രോഗവും യാഥാർത്ഥ്യമാണ്, പ്രതികൂലാവസ്ഥകളും യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലം സമാധാനത്തിൽ ശാന്തതയിൽ ജീവിക്കാമെന്ന് തീരുമാനിച്ചാൽ എത്രയാണ് ജീവിക്കുക നമ്മൾ നിശ്ചയിക്കണ്ട. ഒരുപാട് ജീവിച്ചെന്ന് വരും, പെട്ടെന്ന് മരിച്ചെന്ന് വരും, ഒന്നും കാര്യമുള്ളതല്ല. ജീവിക്കും നല്ല ശാന്തമായിട്ട് നല്ല റാഹത്തായിട്ട് ജീവിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നാം. കൊറോണ എന്ന രോഗം സൃഷ്ടിച്ചിട്ടുള്ള പരിമിതിയെ മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് നാം. ഈ രോഗം ലോകത്തിന് വരുത്തിവെച്ച ഏറ്റവും വലിയ നഷ്ടം എന്താണ് എന്ന ഒരു ചോദ്യമുണ്ട്. പലർക്കും പല ഉത്തരങ്ങളും പറയാനുണ്ടാകും. ആരോഗ്യരംഗത്തുണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ചും സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ചുമെല്ലാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രോഗം വരുത്തി വെച്ച ഏറ്റവും വലിയ ഒരു നഷ്ടം സമയത്തിൻ്റെ നഷ്ടമാണ് എന്നതാണ്.
കാരണം ഒന്നാമതായി ഈ രോഗം രോഗികളെ മാത്രമല്ല രോഗമില്ലാത്തവരെ പോലും ബാധിച്ചു എന്നതാണ്. ലോകത്തെ അത് അറസ്റ്റിലാക്കി എന്നതാണ്, ഹോം അറസ്റ്റിലാക്കി എന്നത്, വീട്ടുതടങ്കലിലാക്കി എന്നത് ഈ രോഗമുണ്ടാക്കിയ വലിയ ഒരു ഭീഷണമായ അവസ്ഥയാണ്. അതുവഴി ലോകത്തിന് അതിൻ്റെ ആയുസ് ഒരുപാട് നഷ്ടപ്പെടുകയുണ്ടായി എന്നതാണ് വസ്തുത. ഈ ഒരു സാഹചര്യത്തിലാണ് നാം നമ്മുടെ അക്കാദമിക വർഷം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ പറയാൻ ഒരു കാരണമായിട്ട് കൊറോണയെ എടുത്തു കാണിച്ച് പല രംഗത്തു നിന്നും പിന്മാറി നിൽക്കുന്നവരും മന്ദീഭാവം കാണിക്കുന്നവരുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത, പറയാനൊരു കാരണമുണ്ട് എന്നത് നമ്മുടെ പരാജയങ്ങൾക്കുള്ള ന്യായീകരണമാവില്ല എന്നതാണ്. നമ്മുടെ നഷ്ടങ്ങൾക്കുള്ള ന്യായീകരണമാവില്ല എന്നതാണ്. നമ്മുടെ നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും അത് പകരമാവില്ല എന്നതുമാണ്. അതുകൊണ്ട് നേടിയേ പറ്റൂ, ജയിച്ചേ പറ്റൂ, ഉണ്ടാക്കിയേ പറ്റൂ, ഉയർന്നവനായേ പറ്റൂ, ഉയരങ്ങളിലെത്തിയേ പറ്റൂ എന്നെല്ലാം ആശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, കൂടുതൽ ശാക്തീകരിക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കേവലം ഒരു ചടങ്ങായിട്ട് അവശേഷിച്ചുകൂടാ. ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങായിട്ട് പരിമിതപ്പെട്ടുകൂടാ. വളരെ കാര്യക്ഷമമായിട്ട്, ആരോഗ്യകരമായിട്ട്, സീരിയസ് ആയിട്ട് ഇതിനെ നാം സമീപിക്കുകയും സമയത്തെ ഓൺലൈനായിട്ട് കിട്ടുന്ന ക്ലാസ്സുകളെ വേണ്ട വിധം തന്നെ നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതി, നാം സാമൂഹിക അകലം പാലിച്ച് സമൂഹത്തിൽ നിന്ന് തന്നെ അകന്നു മാറി വീട്ടിനകത്ത് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു എന്നതാണ്. എങ്കിൽ ഇതിനെ തന്നെ നാം ഒരു സൗകര്യമായിട്ട് കൂടി പരിഗണിക്കാവുന്നതാണ് എന്ന് ഈ സമയത്തിൽ അഭിപ്രായപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അവൻ പരിമിതികളെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ്. ആകാശത്തൂടെ വട്ടമിട്ട് പറക്കുന്ന കിളികളെ കണ്ടപ്പോൾ പറക്കാൻ മോഹിച്ച മനുഷ്യൻ ചിറകില്ല എന്ന പരിമിതിയെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇരുമ്പ് പേടകങ്ങൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങിയത് എന്ന സത്യം നമുക്കറിയാം. പരിമിതികളെ മറികടക്കുക എന്നത് മനുഷ്യന്റെ വിജയിയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഈ ഒരു പരിമിതിയുടെ കാലഘട്ടത്തെ ഏറ്റവും വലിയ സ്വയം ശാക്തീകരണത്തിനുള്ള സന്ദർഭമായിട്ട്, ഒരടയിരിപ്പ് കാലമായിട്ട്, നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഔന്നത്യത്തിനോടുള്ള ആർത്തിയെയെല്ലാം നേടിയെടുക്കാൻ, അതിന് സ്വയം ശാക്തീകരിക്കാനും നമ്മുടെ സ്വപ്നങ്ങൾക്ക് മേൽ അടയിരിക്കാനുമുള്ള ഒരു തടങ്കൽ കാലയളവായിട്ട് ഇതിനെ നാം പരിഗണിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മൾ സമൂഹത്തിൽ നിന്ന് അകലെയാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ സാധാരണ രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ നമുക്ക് കൂടുതൽ സ്വച്ഛന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നും പറയാം. രസകരമായ ഒരു കഥയുണ്ട്. ഒരു 10 വയസ്സുകാരനും ഒരു 13 വയസ്സുകാരനും, ജ്യേഷ്ഠനും അനിയനും. അവരുടെ പിതാവിന് കാർഷിക ജോലിയാണ്. കാർഷിക വൃത്തിക്ക് വേണ്ടി അദ്ദേഹം പോകുന്നത് 10-15 കിലോമീറ്റർ അകലെയുള്ള വയൽ ശേഖരങ്ങളിലേക്കാണ്. ഒരവധി ദിവസം പിതാവിൻ്റെ കൃഷിപ്പാടം കാണാൻ ഈ അനിയനും ജ്യേഷ്ഠനും കൂടെ പുറപ്പെട്ടു. ദീർഘദൂരം നടന്നു വേണം അവർക്ക് ഗ്രാമങ്ങളിലൂടെയും വിജന പ്രദേശങ്ങളിലൂടെയും വയലിലെത്താൻ. വളരെ വിജനമായ ഒരു പ്രദേശത്തൂടെ അവർ നടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിലേക്ക് ജ്യേഷ്ഠൻ കാലിടറി വീണു. രക്ഷ തേടി അനിയൻ അലമുറയിട്ട് വിളിച്ചെങ്കിലും കേൾക്കാനപ്പുറത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കിണറിനകത്ത് നിന്ന് ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, നീ അവിടെയുള്ള കയറിങ്ങോട്ട് ഇട്ടുതാ, എന്നിട്ട് നീ എന്നെ വലിച്ചു കയറ്റ്. നിരന്തരം അവനത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ അനിയൻ തൻ്റെ ഈ ദുർബലമായ കരങ്ങൾ കൊണ്ട് ജ്യേഷ്ഠനെ പിടിച്ചു കയറ്റാൻ സാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണെങ്കിലും ജ്യേഷ്ഠന്റെ വാക്ക് കേട്ട് അവൻ കയറ് താഴേക്കിട്ട് കൊടുത്തു. കയറും തൊട്ടിയും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠൻ തൊട്ടിയിൽ കയറിയിരുന്നു. അനിയൻ വലിച്ചു, ശ്രമകരമായി വലിച്ചു, പൊന്തിക്കിട്ടുന്നില്ല. ജ്യേഷ്ഠൻ പറഞ്ഞു, നീ വലിക്ക്. അനിയൻ വലിച്ച് അങ്ങനെ അവസാനം ജ്യേഷ്ഠനെ കരക്കെത്തിച്ചു. അവർക്ക് സന്തോഷമായി, സമാധാനമായി. അതിലപ്പുറം അവർക്ക് കൗതുകവുമായി. അവർ പിന്നെ പിതാവിനെ ചെന്ന് കണ്ടു. പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി എന്ന്. പിതാവ് നിഷേധിച്ചു. നിനക്കോ, ഈ അനിയനോ, ഈ ദുർബലമായ കരങ്ങൾക്കോ
ജ്യേഷ്ഠനെ പൊക്കാൻ പറ്റിയെന്നോ ആ ആഴമേറിയ കിണറിൽ നിന്നോ? അതുണ്ടാവില്ല. നിങ്ങൾ വെറുതെ പറയുക. പിതാവിൻ്റെ കൂടെ അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. ഗ്രാമക്കാരോടും ഈ 2 കുട്ടികളും ഉണ്ടായ സംഭവം പറഞ്ഞു. അവരാരും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരൊക്കെയും പറഞ്ഞു, നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനും പറയുകയാണ് എന്നെല്ലാം. ഗ്രാമത്തലവൻ അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. കുട്ടികളെ വിളിച്ചു. ജ്യേഷ്ഠൻ്റെ നനഞ്ഞ വസ്ത്രങ്ങളും അനിയൻ്റെ ചുവന്ന കൈകളും കയറു വലിച്ച് ചുവന്ന കൈകളും ഒക്കെ തടവി കണ്ട് ഈ ജ്യേഷ്ഠനോടും അനിയനോടുമായിട്ട് കാരണം അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മക്കളെ ശരിയാണോ? നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയാം. ഗ്രാമക്കാരെല്ലാവരും സാധാരണ ശരികൾ മാത്രം പറയാറുള്ള ഗ്രാമത്തലവൻ്റെ ഈ വാക്കുകൾ കേട്ട് അന്തിച്ചു നിന്ന് പോയി. ഈ കൊച്ചുകുട്ടിക്ക് ഈ ജ്യേഷ്ഠനെ വലിച്ചു കയറ്റാൻ പറ്റിയെന്ന് പറയുന്നോ? ഇതെങ്ങനെ ശരിയാകും? അതിന് അദ്ദേഹം ഒരു കാരണം പറഞ്ഞു. ഈ കൊച്ചുകുട്ടിക്കത് സാധിക്കില്ല എന്ന് പറയാനും നിരുത്സാഹപ്പെടുത്താനും മുതിർന്നവരാരും അവിടെ പരിസരത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനതിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവനക്കത് സാധിക്കുമെന്ന് ഞാനും പറയുന്നത് എന്നും. അവർ സമൂഹത്തിൽ നിന്ന് അകലെയായിരുന്നു. അവർ ഒറ്റപ്പെട്ട് വിജനതയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സാധിച്ചു എന്ന് പറയുന്ന ഈ സന്ദേശത്തെ ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിസരങ്ങളുടെ യാതൊരു തര തടസ്സങ്ങളുമില്ലാതെ സ്വച്ഛന്തമായി ശ്രമിക്കാനുള്ള ഏറ്റവും നല്ല കനപ്പെട്ട അവസരമാണ്. ഒരു പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ലോകത്തിന് തന്നെ ഇത്തരമൊരു സാഹചര്യം വന്നിട്ടുണ്ടാകില്ല, ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകില്ല. ഈ അവസ്ഥയെ ഏറ്റവും ഉചിതമായി ഉപയോഗിക്കുക എന്ന വിവേകം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നാം ഏറ്റവും വലിയ കരുതലായി കാണേണ്ടത് നമ്മുടെ ആയുസ് എന്ന ഏറ്റവും വലിയ സമ്പാദ്യത്തെയാണ്. ഏറ്റവും വലിയ സമ്പാദ്യം നാം തന്നെ നമ്മുടെ ആയുസ്സാണ് എന്ന് തിരിച്ചറിയുക. സമയത്തിൻ്റെ വിലയെ നാം മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, എത്ര കൊടുത്താലും ഒരു നിമിഷം പോലും നമുക്ക് വിലക്ക് വാങ്ങാൻ കിട്ടില്ല എന്ന്. ലോകത്ത് ഒരുപാട് കോടിപതികളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി, അവരൊക്കെ വലിയ ധർമ്മിഷ്ഠരാണ്, കോടികൾ സംഭാവന ചെയ്യുന്നവരാണ്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് അധികം കൊടുക്കാനും അത് കുറക്കാനും അവർക്കാർക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരു വലിയ വാക്ക്, മരണമെത്തുന്ന മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളെ ചിലവഴിക്കുക. നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുക. അള്ളാഹു നമുക്ക് നൽകിയത് പലതാണ്. സമ്പത്ത് മാത്രമല്ല, ആരോഗ്യം മാത്രമല്ല, പലതാണ്. പല വിഭവങ്ങൾ, പല റിസോഴ്സസ് നമുക്കുണ്ട്. അത് മുഴുവനും വ്യയം ചെയ്യാനുള്ളതാണ്, ചെലവഴിക്കാനുള്ളതാണ്. ചെലവഴിക്കപ്പെടാതെ പോകുമ്പോൾ പിശുക്കൻ്റെ അണിയറയിലെ സ്വർണ്ണ നാണയം പോലെ നിരുപകാരപ്രദമായി അത് നഷ്ടമാവുകയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ മരണമെത്തുന്ന നേരത്ത് മനുഷ്യൻ പറയുന്ന ഒരു വാക്കെന്താ? ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരിത്തിരി നേരത്തേക്ക് നീട്ടിത്തരാമോ എന്നാണ്. അന്തിമ മുഹൂർത്തത്തിൽ ഏറ്റവും വലിയ മരണമെന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുന്ന സമയത്ത്, ഇഹപരങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്ന ആ വലിയ സാഹചര്യത്തിൽ, പരമമായ സത്യത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ ബോധവാനായി നിലകൊള്ളുന്ന മരണമെന്ന മുഹൂർത്തത്തിൽ അവൻ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്താണ്? ഒരിത്തിരി നേരത്തേക്ക് കൂടെ എന്നെ നീട്ടിത്തരുമോ എന്നാണ്. സമയം തന്നെയായിരുന്നു ഏറ്റവും വിലപ്പെട്ടത് എന്ന ആ വലിയ തിരിച്ചറിവിൽ അവൻ പറയുകയാണ്, എനിക്കൊന്ന് നീട്ടിത്തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സദഖകൾ ചെയ്യാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടേക്കാം, നല്ലവനായേക്കാം എന്നാണ്. പക്ഷേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുക്കെല്ലാം അറിയാം. അള്ളാഹു അതീവ വിദഗ്ധനാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് നല്ല ബോധ്യവുമുണ്ട്. അവൻ ഒരിത്തിരി നേരം പോലും നിങ്ങൾക്ക് നീട്ടിത്തരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ലഭിച്ച സമയത്ത് വിഭവങ്ങളുടെ വ്യയം ചെയ്യുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വത്തെ നിർവഹിക്കാൻ ബുദ്ധിയുള്ളവൻ ശ്രമിക്കേണ്ടതുണ്ട്. ആരാണ് ജയിച്ചവനും തോറ്റവനും അല്ലെങ്കിൽ
എന്താണ് വിജയിയും പരാജയവും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സമയത്തെ ശരിയായി ഇൻവെസ്റ്റ് ചെയ്തവനും അല്ലാത്തവനുമാണ് ഈ വ്യത്യാസമെന്ന്. സമയം തന്നെ, സമയത്തെ ഏറ്റവും നന്നായി വിനിയോഗിച്ചവൻ വിജയി, ഏറ്റവും മോശമായി ചെലവഴിച്ചവൻ പരാജയി. സമയത്തിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ധനാഢ്യനായ ഒരു മനുഷ്യൻ പല പണിയും നോക്കി തൻ്റെ മകന്റെ കാര്യത്തിൽ. പക്ഷേ അവസാനം അയാൾ ഒരു പോംവഴി കണ്ടെത്തി. ധാരാളം കാശെടുത്ത് തെരുവിലെ യാചകർക്കിടയിലേക്ക് ഇറങ്ങി. അവരിൽ 3 യാചകരെ വിളിച്ചു വരുത്തി. അവരുടെ കയ്യിൽ ധാരാളം കാശ് വെച്ചു കൊടുത്തു. 6 മാസം കഴിഞ്ഞു. ഈ മകനെയും കുട്ടി വീണ്ടും അവിടേക്ക് ചെന്നു. നോക്കുമ്പോൾ അവിടെ ഒരു യാചകനെ മാത്രം കണ്ടു. 3-ൽ ഒരാൾ മാത്രം. അയാൾ അടുത്തേക്ക് വിളിച്ചു. എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷം പ്രകടിപ്പിച്ചു. അന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാശ് തന്നില്ലേ, അതെന്ത് ചെയ്തു? അയാൾ പറഞ്ഞു, ഞാനത് കുറെ കാശ് കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ അത് ചെലവഴിച്ചു, നന്നായി ഭക്ഷണം കഴിച്ചു, നന്നായി കിടന്നുറങ്ങി, യാചന കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചു. ഇപ്പം ആ കാശൊക്കെ തീർന്നു. അപ്പം ഞാൻ വീണ്ടും യാചിക്കാൻ വന്നു. നിന്റെ കൂടെ മറ്റു 2 പേരുണ്ടായിരുന്നല്ലോ, അവരെവിടെ? അതിലൊരാളെവിടെയെന്ന് എനിക്കറിയാം, മറ്റേ ആളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിനക്കറിയുന്ന ആളെവിടെ? അതാ അവിടെ കണ്ടില്ലേ വലിയൊരു ഐസ്ക്രീം പാർലർ, അത് ആ യാചകൻ്റേതാണ്. ഇവർ 2 ആളും അവിടേക്ക് ചെന്നു. അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ തന്ന കാശ് അതെനിക്ക് വലിയ ഉപകാരമായി. കരം പിടിച്ചു, നന്ദി പറഞ്ഞു, സ്നേഹാലിംഗനം നടത്തി, കുശലം പറഞ്ഞു. നിങ്ങളുടെ അന്നത്തെ കാശാണ് ഇന്നത്തെ എൻ്റെ ജീവിതമാർഗം കൂടിയായിട്ടുള്ള ഈ കട എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചു. ഇയാളോടും ചോദിച്ചു, നിന്റെ കൂടെ 2 ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെയെന്ന്. അയാൾ പറഞ്ഞു, ഒരാൾ ഇപ്പോഴും അവിടെ യാചിക്കുന്നു, മറ്റേയാൾ കുറച്ചപ്പുറത്തുള്ള ചൂതാട്ട കേന്ദ്രത്തിൽ ചൂത് കളിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാത്ത ആൾ ചൂതാട്ടം കളിക്കാൻ പോയി. ചൂതാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ കാശ് കിട്ടുകയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യന് അതൊരു ഹരം കൊള്ളിക്കുന്ന കാര്യമാണ്. നഷ്ടമാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും കളിക്കാൻ തോന്നും എന്നത് ചൂതാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനെ അഡിക്റ്റാക്കുന്ന 3 പ്രധാന വിഷയങ്ങളാണുള്ളത്. അതിലൊന്ന് ഡ്രഗ്സ് ആണ്, മയക്കുമരുന്ന്, മദ്യപാനം പോലത്തെ കാര്യങ്ങൾ. 2 സെക്സ് ആണ്. ഇന്നൊരു പക്ഷേ ഇന്റർനെറ്റ് പോലും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ആ മേഖലയിലാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടമായിട്ട് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ 3-ാമത്തെ ഒന്ന് ഗാംബ്ലിംഗ് ആണ്, ചൂതാട്ടം പോലുമല്ല. ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന PUBG അടക്കമുള്ള കളികൾ അതിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഈ ഇന്റർനെറ്റ് വഴി സമയം ചെലവഴിക്കുന്നത് ഇത്തരം ഗാംബ്ലിങ്ങുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്നറിയുമ്പോൾ ഇതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ മനുഷ്യന്റെ സമയത്തെ ഏറ്റവും വലിയ രീതിയിൽ കൊന്നുകളയുന്ന അവസരങ്ങളായിട്ട് ഈ മേഖലയൊക്കെ മാറുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികളിൽ നിന്ന് ഇത്തരം ഉപകരണങ്ങൾ അകറ്റി നിർത്തണം, കാര്യക്ഷമമായി ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കണം എന്നും പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം. അപ്പോൾ ഈ 3 യാചകന്മാർക്കും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് തനിക്ക് കിട്ടിയ കാശിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാം. മറ്റു 2 പേർക്കും അതറിയാതെ പോയി. അതുകൊണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ ജയിക്കുകയും മറ്റു 2 ആളുകൾ പരാജയപ്പെടുകയും ചെയ്തു. നാം ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ ആയുസ്സാണ് എങ്കിൽ അതിനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഓൺലൈൻ പഠനകാലത്ത് നമുക്ക് പറ്റുന്ന അബദ്ധം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയും സോഷ്യൽ മീഡിയയിലായി പോകുന്നു എന്നതാണ്. നമ്മൾ പഠനത്തിന് വേണ്ടി മൊബൈൽ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് പഠിക്കണമെന്നാണെങ്കിൽ പോലും പോപ്പപ്പായിട്ട് വരുന്ന എന്തെങ്കിലും മെസ്സേജുകളും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ അതിലേക്ക് മെല്ലെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുവഴി അടുത്തതിലേക്ക് അങ്ങനെ കയറി പോകുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്താണ്? ഇതൊന്ന് കണ്ടിട്ട് ഞാൻ പഠിക്കായിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ ഞാനത് പഠിക്കാൻ പോവാണ്, ഒന്ന് നീട്ടിവെക്കാനാണ് സംഭവിക്കുന്നത്.
നമ്മുടെ വിലപ്പെട്ട സമയത്തെ ഓരോരോ പേര് പറഞ്ഞ് നീട്ടിവെച്ച് പോവുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നരകക്കാരുടെ ഏറ്റവും വലിയ ആർത്തനാദം ഉഫിൻ ലി സൗഫ എന്നതാണ്. നീട്ടിവെക്കലിന്റെ പേരിൽ അവർ പരിതാപം പറയും നരകക്കുണ്ടിൽ വെച്ചുകൊണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഉഫിൻ ലി സൗഫ, ഇതാണ് നരകക്കാരുടെ വാക്ക് എന്ന്. അപ്പോൾ ജീവിതത്തിന്റെ കനത്ത പരാജയമാണ് നരകമെങ്കിൽ ആ പരാജയത്തിന്റെ കാരണമായിട്ട് അവിടെ നിന്ന് കേൾക്കുന്ന ആർത്തനാദം നീട്ടിവെക്കലാണ് എങ്കിൽ ആ നീട്ടിവെക്കലാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും അമൂല്യമായ നമ്മുടെ സമ്പത്ത് അത് നമ്മുടെ ആയുസ്സാണ് എങ്കിൽ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞ് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കും ലോകത്തിനും മൊത്തവും ഒരുമിച്ച് ഒരേപോലെ തന്നിട്ടുള്ള വിഭവം സമയമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ കൂടുതലുമല്ല കുറയലുമല്ല, ആർക്കും എല്ലാവർക്കും ഒരുപോലെയാണ്. ലഭിച്ച 24 മണിക്കൂറിനെ ആളുകൾ വ്യത്യസ്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതാണ് വിജയപരാജയങ്ങളുടെ വ്യത്യാസമായിട്ട് ഇന്ന് കാണുന്നത്. നമുക്കറിയാം 26 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത് എന്ന്. ഇതേ 26 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലോക സാഹിത്യത്തിലെ അതികായനായി വാഴ്ത്തപ്പെടുന്ന വില്യം ഷേക്സ്പിയറുടെ മഹാകാവ്യങ്ങൾ വിരചിതമായിട്ടുള്ളത് എന്ന സത്യം. നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മലയാള ഭാഷ ഉപയോഗിച്ച് തന്നെയാണ് കവികൾ കവിതകൾ സൃഷ്ടിക്കുന്നത്, കഥാകാരന്മാർ കഥകൾ രചിക്കുന്നത്. അങ്ങനെ ഭാഷകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ, ഭാഷകൾ കൊണ്ട് അമ്മാനമാട്ടം നടത്തുന്ന ആളുകൾ ഒക്കെയും ഇതേ അക്ഷരങ്ങൾ തന്നെയാണ്. ഞാനും നിങ്ങളും ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മന്ത്രമാകാൻ പറ്റാത്ത അക്ഷരങ്ങളില്ല, മരുന്നാകാൻ പറ്റാത്ത മരങ്ങളുമില്ല, യോഗ്യനാകാൻ പറ്റാത്ത മനുഷ്യനുമില്ല. പിന്നെ ഇല്ലാതായതെന്താണ്? എവിടെയാണിതിനെ, എങ്ങനെയാണിതിനെ നിക്ഷേപിക്കേണ്ടത് എന്ന ബോധമാണ് എന്ന ഒരു കവിവാക്യമുണ്ട്. നാം ജാഗരൂകരാവുക. എവിടെയാണ് എൻ്റെ സമയം, എങ്ങനെയാണ് എൻ്റെ സമയം ഞാൻ നിക്ഷേപിക്കേണ്ടത്, നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. പലരും ഈ ലോക്ക്ഡൗൺ കാലത്ത് ഉറക്കത്തിലാണ് സമയം നിക്ഷേപിക്കുന്നത് എന്നത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ പലരും സോഷ്യൽ മീഡിയയിലാണ് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്, അതും ദുരന്തപൂർണമായിട്ടുള്ള കാര്യമാണ്. കാര്യക്ഷമമായ നിക്ഷേപം. ജയിച്ചവരുടെ കഥകൾ പഠിച്ചു നോക്കൂ നിങ്ങൾ. 4 മണിക്കൂർ മാത്രം 4 മണിക്കൂർ മാത്രം ഉറങ്ങാറുള്ള നെഹ്റു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആയിരുന്നു, നമുക്കറിയാം. ഇന്ദിരാഗാന്ധി 3 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. തോമസ് ആൽവ എഡിസൺ എപ്പോഴോ ഒന്നുറങ്ങും, അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. എപ്പോഴോ ഒന്നുറങ്ങും. നെപ്പോളിയൻ ബോണപ്പാർട്ട് കുതിരപ്പുറത്തുറങ്ങുമായിരുന്നു എന്നാണ്. കുതിര സവാരിക്കിടെ ഒന്ന് കണ്ണുമാളുന്നത് ഉറക്കായിട്ട് പരിഗണിക്കുന്നു എന്ന്. 3 മണിക്ക് എഴുന്നേൽക്കുന്നവൻ മുനി, 4 മണിക്ക് എഴുന്നേൽക്കുന്നവൻ ജ്ഞാനി, 5 മണിക്ക് എഴുന്നേൽക്കുന്നവൻ വിദ്വാൻ, 6 മണിക്ക് എഴുന്നേൽക്കുന്നവൻ മനുഷ്യൻ, 7 മണിക്ക് എഴുന്നേൽക്കുന്നവൻ എരുമ എന്ന് പറയുന്നുണ്ട്. കൂടുതൽ സമയം ഉറങ്ങി നമ്മുടെ ആയുസ്സിനെ പാഴാക്കി കളയാതെ ഏറ്റവും നല്ല നിക്ഷേപത്തിന്റെ വിഭവമാണ് സമയമെന്ന് തിരിച്ചറിവുണ്ടാക്കുക. മൻ ത്വലബൽ ഉല സഹിറൽ ലയാലി, ഔന്നത്യങ്ങൾ ആഗ്രഹിക്കുന്നവൻ അർദ്ധരാത്രി ഉറക്കിളക്കട്ടെ എന്ന ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും ഇത്തരുണത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സമയത്തിന് മൈക്രോ സെക്കൻഡുകൾക്ക് പോലും വലിയ വിലയുണ്ട് എന്ന സത്യം നമ്മൾ ഹുസൈൻ ബോൾട്ടിന് പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. ജമൈക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് അറിയുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അവരെക്കാൾ കൂടുതലായിരിക്കും ഒരുപക്ഷെ ഹുസൈൻ ബോൾട്ടിനെ കുറിച്ച് അറിയുന്ന ആളുകൾ. ഒരുപക്ഷെ ജമൈക്ക എന്ന രാജ്യത്തെ അറിയുന്നത് പോലും ഹുസൈൻ ബോൾട്ടിലൂടെ ആയിരിക്കും. ഏതാണ്ട് 30 ലക്ഷത്തോളം മാത്രം ജനവാസമുള്ള ഈ ജമൈക്ക എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ ഒരു കഥാപാത്രമാണ് ഹുസൈൻ ബോൾട്ട്. ഈ ഹുസൈൻ ബോൾട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വിഖ്യാതനാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേവലം 115 സെക്കൻഡിൻ്റെ പേരിലാണ് എന്ന സത്യം. 3 ഒളിമ്പിക്സുകളിലായിട്ട് 100 മീറ്ററും 200 മീറ്ററുമുള്ള ഓട്ടത്തിൽ ലോക റെക്കോർഡുകൾ ഉണ്ടാക്കി എന്നതാണ് ഹുസൈൻ ബോൾട്ടിൻ്റെ പ്രത്യേകത. ഈ 3
ഒളിമ്പിക്സിലും കൂടെ അദ്ദേഹം ആകെ ഓടാൻ ചെലവഴിച്ച സമയമാണ് 115 സെക്കൻഡ്. 2 മിനിറ്റ് പോലും തികച്ചില്ല എന്നർത്ഥം. ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ആഗോള പ്രതിഭാസമായി മാറുന്നത് 115 സെക്കൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ 115 സെക്കൻഡിൽ അത്ഭുതം സൃഷ്ടിക്കാൻ അദ്ദേഹം 20 വർഷത്തെ പരിശീലനം നടത്തിയിരുന്നു എന്ന സത്യവും കൂടെ നമ്മൾ തിരിച്ചറിയണം. 20 വർഷം അദ്ദേഹം ചെലവഴിച്ച സമയത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് 115 സെക്കൻഡിലെ അത്ഭുതം എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. പിക്കാസോ എന്ന് പറയുന്ന ലോകത്തെ ശ്രദ്ധേയനായ ചിത്രകാരനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ചിത്രം ഒന്ന് വരച്ചു തരുമോ എന്ന് ചോദിച്ച ഒരു കൗതുകകരമായ സന്ദർഭമുണ്ട്. കടലാസ് എടുത്തുകൊണ്ട് ഈ സ്ത്രീയുടെ ചിത്രം 30 സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹം വരച്ചു കൊടുത്തു. ഇതിന് വില വേണമെന്ന് പറഞ്ഞു. വലിയ ഒരു വിലയാണ് അന്നേരം അദ്ദേഹം പറഞ്ഞത്, പിക്കാസോ പറഞ്ഞത്. ഈ പെണ്ണ് ചോദിച്ചു, കേവലം 30 സെക്കൻഡിന് ഇത്രമേൽ വിലയോ എന്ന്. പിക്കാസോ പറഞ്ഞ മറുപടി, 30 നിമിഷങ്ങൾ കൊണ്ട് 30 സെക്കൻഡുകൾ കൊണ്ട് താങ്കളുടെ ചിത്രം വരക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് 30 വർഷത്തെ പരിശീലനമാണ്. വില ആ 30 വർഷത്തിനാണ് എന്ന്. നമ്മുടെ ചോദ്യം, നാം എവിടെയാണ് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പറയാൻ പല കാരണങ്ങളും ഉണ്ടാകാറുണ്ട്. അവർക്ക് പഴി പറയാൻ പല ആളുകളുണ്ട്. മാതാപിതാക്കളെ പഴി പറയുന്നവരുണ്ട്, ദാരിദ്ര്യത്തെ പഴി പറയുന്നവരുണ്ട്, സാഹചര്യങ്ങളെ പഴി പറയുന്നവരുണ്ട്, കൂട്ടുകാരെ പഴി പറയുന്നവരുണ്ട്. അതൊക്കെ കാരണമായി കണ്ടുകൊണ്ട് പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന സത്യം, ആ ഒരു പഴി പറച്ചിൽ നമുക്ക് പരിഹാരമാകുന്നില്ല എന്നതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ശാസ്ത്രജ്ഞനോ ഒരു നയതന്ത്രജ്ഞനോ ആയിരുന്നില്ല. തോമസ് ആൽവ എഡിസന്റെ പിതാവ് ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല. ബിൽ ഗേറ്റ്സിന്റെ പിതാവ് ഒരു ധനാഢ്യനായിരുന്നില്ല. അബ്രഹാം ലിങ്കന്റെ പിതാവ് രാജ്യത്തിന്റെ പ്രസിഡന്റോ രാഷ്ട്രീയക്കാരനോ ആയിരുന്നില്ല. ഇങ്ങനെ നമ്മൾ ജയിച്ചവരെ കഥകൾ നോക്കുമ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥൻ തെരുവില് പൊട്ടപ്പാട്ടകൾ പെറുക്കി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന സത്യം നിങ്ങൾക്കറിയുമോ? സ്റ്റീവ് ജോബ്സ് തെരുവിലെ പാത്രങ്ങൾ പെറുക്കി നടന്ന് ഉപജീവനം നടത്തിയിരുന്ന ഒരാളായിരുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ശരിയായ വിധത്തിലേക്ക് അവരവന്റെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ നടത്തിയ ശ്രമങ്ങളാണ് അവരെ ലോകത്തിന്റെ ഉയരത്തിന്റെ നെറുകയിൽ കൊണ്ടെത്തിച്ചത് എന്ന സത്യം, അതിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ വകഞ്ഞു മാറ്റാൻ അവർക്ക് സാധിച്ചു എന്ന സത്യം നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിനാശകരമായിട്ടുള്ള തടസ്സം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന പലതും നമുക്ക് ചുറ്റിലുമുണ്ട് എന്നതാണ്. അതിൽ ഒന്നാമത്തത് ഇപ്പൊ നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉപകരണം തന്നെയാണ് എന്ന സത്യം. ഞാൻ നേരത്തെ ഗാംബ്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഗാംബ്ലിങ്, അതേപോലെ സോഷ്യൽ മീഡിയ, ഇത് മുഴുവനും നമ്മുടെ സമയം അപഹരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു തരം ക്യാൻസറാണ്. ലോകത്തിന്റെ സമയത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ഈ സന്ദർഭങ്ങളൊക്കെ. ഈ പ്രലോഭനങ്ങളിൽ പ്രീണിതരാവാതിരിക്കുക എന്നതാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുമ്പിൽ തൗഹീദിന്റെ കലിമ ചൊല്ലിക്കൊടുത്ത് സന്മാർഗത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചപ്പോൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്ന ഖുറൈശി പ്രമുഖ പ്രലോഭനങ്ങൾ നിരത്തുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മുഹമ്മദ്, നിനക്ക് വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരമാണെങ്കിൽ തരാം, സമ്പത്താണെങ്കിൽ തരാം, പെണ്ണിനെയാണെങ്കിൽ തരാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞ മറുപടി, വലങ്കയിൽ സൂര്യനും ഇടങ്കയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും എനിക്കത് വേണ്ട. അവനവന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, ആ ബോധത്തിന്റെ മുമ്പിൽ വ്യക്തികൾ കാണിക്കേണ്ടുന്ന ആർജവം, അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണത്. മലയാള കവി മഹാനായ വള്ളത്തോൾ നാരായണ മേനോൻ പറയുന്നുണ്ട്, ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിറുത്തില്ലവനി പ്രയത്നം എന്ന്. സൂര്യചന്ദ്രാദികളിലെ കൈകൾ വെച്ച് തന്നാൽ പോലും ഉദ്യമത്തിൽ നിന്ന് പിന്മാറാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെച്ച മഹത്തായ പ്രകടനം ജീവിതത്തിലെ വിജയത്തിന്റെ ഉദാഹരണമാണ് എന്ന വലിയ സത്യം.
ആ ഒരു സത്യത്തിന് മുമ്പിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഏറ്റവും നന്നായി അടയിരുന്ന് നമ്മുടെ സ്വപ്നങ്ങളെ വിരിയിച്ചെടുക്കാൻ പറ്റുന്ന ഈ കാലയളവിന്റെ മുമ്പിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഈ കൊറോണ കാലത്ത് നമ്മൾ 1000 വട്ടം ഉരുവിടേണ്ടുന്ന ഒരു വാക്കാണ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ആരോഗ്യവും സമയവും, ആരോഗ്യവും സമയവും. ഒഴിവ് സമയം, ആരോഗ്യം, ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന കൊറോണ കാലത്താണ് നാം ഉള്ളത്. ആരോഗ്യരംഗത്തെ മഹത്തായ വെല്ലുവിളി, സമയവിനിയോഗത്തിന്റെ രംഗത്തെയും മഹത്തായ വെല്ലുവിളി, ഇത് രണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിക്ക ആളുകൾക്കും, ഭൂരിഭാഗം ആളുകൾക്കും അക്കിടി പറ്റിയിട്ടുള്ള മഹത്തായ 2 ദൈവീകമായ അനുഗ്രഹങ്ങൾ ആരോഗ്യമാണ്, സമയമാണ്. ഈ വിഷയത്തിൽ അക്കടി പറ്റാതിരിക്കാനുള്ള വലിയ ശ്രമം, വലിയ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയും നാം ഉണർന്നില്ല എങ്കിൽ കൊറോണയേക്കാൾ വലിയ ദുരന്തമായിട്ട് നമ്മുടെ ജീവിതം മാറുമെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ജാഗ്രത. ക്ഷണം എഴുന്നേൽപ്പിൻ. ഉടനടി എഴുന്നേറ്റുകൊണ്ട്, ഉടനടി ജാഗരൂകമായിക്കൊണ്ട് നമ്മുടെ സമയത്തെ, പഠന കാലയളവിനെ നാം വിനിയോഗിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാലത്ത് പഴി പറയാൻ മറ്റാരുമില്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ ഒറ്റക്കാണ്. നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്ന സമയമാണിത്. നമ്മൾ തന്നെ നമ്മുടെ കാര്യത്തിൽ കാരണക്കാരനാകുന്ന ഒരു സമയമാണിത്. നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വമുള്ള ആളാകേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജയത്തിനും പരാജയത്തിനും ഉത്തരവാദിയായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കൊറോണ കാലത്ത് ഏറ്റവും പ്രത്യേകമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മളെയുള്ളൂ ഈ സമയത്ത് നമ്മളെ ബോധവൽക്കരിക്കാൻ എന്ന ബോധ്യത്തോടു കൂടി, നമ്മളെയുള്ളൂ നമ്മുടെ കിടപ്പറയിലെ നമ്മുടെ പഠന സമയത്തെ കൺട്രോൾ ചെയ്യാൻ എന്ന ബോധത്തോടു കൂടി നമ്മൾ ഉണരുക, നമ്മളോട് നീതി കാണിക്കുക, നമ്മളോട് സ്നേഹം കാണിക്കുക. അതുവഴി ലോകത്തിനോടും അതിലുപരി അള്ളാഹുവിനോടും കടപ്പെട്ടവരും നന്ദിയുള്ളവരുമായി മാറുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.